ഓക്കെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ബൈബിൾ സ്റ്റഡി ആയിട്ട് കൂടി വരുവാൻ ദൈവം സഹായിച്ചുവല്ലോ. ഇന്ന് നമ്മുടെ ഷെഡ്യൂളിന് ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ദൈവവചനം പഠിപ്പിക്കേണ്ടത് മാത്യു പി തോമസ് ആയിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു കല്യാണ സംബന്ധമായിട്ട് മദ്രാസിലായിരിക്കാൻ ചെറിയൊരു ചേഞ്ച് ഉണ്ടായി. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജൻ പാറക്കടവിലാണ്. അതിലേക്ക് ജോയിൻ കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കണം. ഇതുപോലെ സൗജന്യമായി ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് വളരെ അനുഗ്രഹീതമായ രീതിയിൽ ദൈവവചനം പഠിക്കുവാനൊക്കെ ദൈവം ഒരുക്കുന്ന അവസരം ആരും ഉപേക്ഷയായി വിചാരിക്കരുത്. നിങ്ങളൊക്കെ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനും നന്ദി. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ക്ലാസ്സിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും വെൽക്കം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ഇന്ന് ക്ലാസ് എടുക്കുന്ന ദൈവദാസനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ഓരോരുത്തരെയും ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്നത്തെ ക്ലാസ്സുകൾ വളരെ അനുഗ്രഹമായി കർത്താവ് ചെയ്തു തരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന്റെ വചനം നമ്മുടെ കാര്യങ്ങൾക്ക് വിളക്കും ഒടുവഴിക്ക് പ്രകാശമായി തീരട്ടെ. എനിക്കും ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങ് ഇറങ്ങും. അവസാനം ഒന്നിച്ച് കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പ്രാരംഭമായി ഞാൻ പ്രാർത്ഥിച്ച് ഈ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ ഒന്നിച്ച് കൂട്ടിവരുത്തി അവിടുത്തെ വചനം പഠിപ്പാൻ തരുന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനം ഞങ്ങളെ ബലപ്പെടുത്തണം, ഞങ്ങൾക്ക് ശക്തി പകരണം, ഞങ്ങൾക്ക് സൗഖ്യം പകരണം, ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലായി തീരണം. അനേകരെ കർത്താവിന്റെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുന്ന ഒരു സാന്നിധ്യമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അതിനും സംസാരിക്കുന്ന പഠിപ്പിക്കുന്ന ദൈവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ നിറവിൽ അതിനെ പഠിപ്പിക്കാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ ലാലുവിനെ അനുഗ്രഹിക്കുന്നു. ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവെ, കടന്നു വന്നവരെ കർത്താവ് അനുഗ്രഹിക്കണം. കടന്നു വരാനുള്ളവരെ കർത്താവ് കൂട്ടി വരുത്തിക്കാട്ട് അനുഗ്രഹത്തിന്റെ സമയം തരണം. ഞങ്ങളുടെ പ്രാർത്ഥനയോടെ അവിടെ സന്നിധാനത്തിലായിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്ന വിഷയം പൗലോസിന്റെ ചരിത്രമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ട് സാർ ഇട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇട്ടായിരുന്നോ? ഇല്ല, പറയാം. പലരും ചോദിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ട് അദ്ദേഹം ഇടാമെന്ന് പറഞ്ഞു, എന്നാൽ ഇട്ടില്ല. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ, പ്ലീസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാർ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ, പാസ്റ്റർ ലാലു, ജേക്കബ്, ഈ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഈ സൂമിൽ ഹാജരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ചെയ്യുന്ന വാത്സല്യ സഹോദരങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഇന്ന് ക്ലാസ് എടുക്കേണ്ട ദൈവദാസനെ കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. വെള്ളിയാഴ്ച പാസ്റ്റർ മാത്യു പി തോമസ് ക്ലാസ് എടുക്കുന്നതായിരിക്കും, തിയോളജി. എനിക്ക് 2 മരണം അടുപ്പിച്ച് ഉണ്ടായതുകൊണ്ട് എനിക്കത് അതുമായിട്ട് എൻഗേജ് ആയി. ഇന്നാണ് ഫ്രീ ആയത്, ഇന്ന് പകലാണ് ഇന്ന് ഫ്രീ ആയത്. എനിക്കത് കൃത്യമായിട്ടെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒന്നെൻ്റെ ഒരു സുഹൃത്തിന്റെ വൈഫ്, ഏകദേശം 54 വയസ്സേ ഉള്ളൂ, പെട്ടെന്ന് ന്യൂമോണിയ കൂടി പെട്ടെന്ന് ലോകത്ത് മാറ്റപ്പെട്ടു. ഈ കോവിഡിന് ശേഷം ആളുകളുടെ ആരോഗ്യം വളരെ ക്ഷയിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രായം കുറഞ്ഞവരോ പ്രായം കൂടിയവരൊന്നില്ല, മരണം വേഗത്തിൽ എല്ലാവരെയും പിടിക്കുന്ന ഒരു സാഹചര്യം. പിന്നെ ഞങ്ങളുടെ ചർച്ചിലെ മുൻ ട്രഷറർ കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം വയ്യാതെ കിടക്കുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഈ 2 മരണം ഉണ്ടായതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ പല കാര്യങ്ങൾ ഞാൻ മാറ്റിവെക്കുകയുണ്ടായി. ഇന്ന് വൈകിട്ട് നാളെ ഞാൻ 2 നോട്ട് ഒന്നിച്ച് ഇട്ടേക്കാം. എൻ്റെ അരിച്ചൻ അയച്ചേക്കാം, പാർട്ടായിട്ട്. ആദ്യത്തെ നോട്ട് ഒന്നിച്ച്, പിന്നെ 2ാമത്തെ നോട്ട് ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. അത് ഇംഗ്ലീഷിൽ മലയാളത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നാളെ പകൽ അത് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പൗലോസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ എന്ന വിഷയം നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നില്ല. അതിന്റെ ആമുഖമാണ് നമ്മൾ ചിന്തിച്ചത്. ആമുഖം, ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന്
വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലെങ്കിൽ ഏതൊക്കെയാണ് പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഓരോ അധ്യായം, ഓരോ വിഷയങ്ങൾ നമ്മൾ പഠിക്കും. ഒരുപക്ഷെ നിങ്ങൾ തിയോളജി ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളാണല്ലോ. അതുകൊണ്ട് തന്നെ തിയോളജിയിൽ നമ്മൾ പൊതുവായി ഞാൻ ഈ പറയപ്പെടുന്ന വിഷയത്തിന്റെ പല ഭാഗങ്ങളും പരാമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടി ഞാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ആവർത്തന വിരസതയായി മാറുന്നില്ല. കാരണം നമ്മുടെ ഈ വിഷയത്തിനകത്ത് ചിന്തിക്കുന്നത് പൗലൂസിന്റെ ദർശനങ്ങളാണ്, പൗലൂസിന്റെ ചിന്തകളാണ്. അഥവാ പൗലൂസിന്റെ ലേഖനങ്ങളിലൂടെ ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ ഇനി ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ എന്നുള്ളതാണ്. ഒന്ന്, ദൈവത്തെ സംബന്ധിച്ചുള്ള പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ. രണ്ട്, ക്രിസ്റ്റോളജി അഥവാ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പൗലൂസിന്റെ ദർശനം എന്താണ്, കാഴ്ചപ്പാട് എന്താണ്, പൗലൂസ് എന്താണ് തന്റെ ലേഖനങ്ങളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മൂന്ന്, ന്യൂമറ്റോളജി അഥവാ പരിശുദ്ധാത്മാവ ശാസ്ത്രം. അതൊക്കെ നിങ്ങൾ തിയോളജിയിൽ പഠിക്കുന്ന വിഷയങ്ങളാണ്. അത് നമ്മൾ ജനറലായിട്ടാണ് പഠിക്കുന്നത്. എന്നാൽ പൗലൂസിന്റെ കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവിനെ തനിക്ക് എങ്ങനെയാണ് അനുഭവിക്കാൻ കഴിഞ്ഞത്, താൻ എങ്ങനെയാണ് അതിനെ വീക്ഷിക്കുന്നത്, അന്നത്തെ മതപശ്ചാത്തലം, അന്നത്തെ സാഹചര്യങ്ങൾ, അന്നത്തെ ആരാധനാ രീതികൾ, അന്നത്തെ നയപ്രമാണത്തിന്റെ വ്യാഖ്യാനങ്ങൾ തുടങ്ങി ഇവയിൽ എങ്ങനെയാണ് ഇതിനെ അവർ ചിന്തിക്കുന്നത്. അപ്പം അതിനുശേഷം മനുഷ്യൻ, അതുപോലെ തന്നെ രക്ഷ, സെക്യൂരിയോളജി, എക്ലീഷിയോളജി, സഭ, പിന്നെ അനുഷ്ഠാനങ്ങൾ, സാക്രമെന്റ്സ്, അതിനകത്ത് സ്നാനം, തിരുവാത്താഴം, അതുപോലെ തന്നെ അന്ത്യകാല എസ്കറ്റോളജി. പൗലൂസിന്റെ എസ്കറ്റോളജി എന്താണ് പൗലൂസ് ഈ ലേഖനങ്ങളോടുകൂടി പറയുന്നത്, അഥവാ അന്ത്യകാല ശാസ്ത്രം. പിന്നെ അതുപോലെ തന്നെ വളരെ പൗലൂസിന്റെ ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ പൗലൂസ് മറ്റ് ഇതര ലേഖനകർത്താക്കളിൽ നിന്നും എഴുത്തുകാരിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തതയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തന്റെ ധാർമ്മിക ഉപദേശങ്ങൾ, എത്തിക്കൽ തോട്ടുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോപ്പർ തിയോളജിയിലോ അല്ലെങ്കിൽ മറ്റേ തിയോളജി സബ്ജക്റ്റുകളിൽ പഠിക്കുന്ന വിഷയമാണല്ലോ വീണ്ടും പഠിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകരുതേ എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം അഥവാ ഗോഡ് എന്ന വിഷയം എങ്ങനെയാണ് പൗലൂസ് തന്റെ കാഴ്ചപ്പാടിലൂടെ, തന്റെ എഴുത്തിലൂടെ കാണാനിടയായിത്തീരുന്നത്. നമുക്കറിയാം, ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പൊതുവായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ നിങ്ങൾ തിയോളജിയിൽ പ്രോപ്പർ തിയോളജി എന്ന് പറഞ്ഞ് പഠിക്കുന്ന സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയത്തിന്റെ വിശദാംശങ്ങൾ പൊതുവായി ഒരുപാട് എലാബറേറ്റ് ചെയ്യാതെ ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമുക്കറിയാം, ദൈവത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ എല്ലാ മതങ്ങളും, എല്ലാ മനുഷ്യനും ദൈവത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടും ഒരു അറിവുമുണ്ട്. എല്ലാ മതങ്ങളും മുൻപോട്ട് വെക്കുന്ന ആശയങ്ങൾ അനുസരിച്ച്, അവരുടെ ആരാധന രീതികൾ അനുസരിച്ച്, ആരാധന ക്രമം അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ പ്രമാണം അനുസരിച്ച്, അവരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ഏതൊരു മതവിശ്വാസിയാണോ ആ മതം എന്ത് പറയുന്നു ദൈവത്തെ സംബന്ധിച്ച് അത്ര ഒരു കാഴ്ചപ്പാട് മുൻപോട്ട് വയ്ക്കാറുണ്ട്. ചുരുക്കത്തിൽ എല്ലാ മനുഷ്യനും ദൈവം എന്ന് പറയുന്ന ഒരു സംജ്ഞ, ഒരു നാമം, അപരിമേയനായ, അമർത്യതയുള്ള, സ്വയംഭൂവായ ഒരു വ്യക്തിവിശേഷത്തെ സംബന്ധിച്ച് കൃത്യമായ അറിവും ബോധ്യവും വെച്ച് പുലർത്തുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ പറയുന്നു. അപ്പം മനുഷ്യനെ സംബന്ധിച്ചുള്ള മനുഷ്യൻ ദൈവത്തെ സംബന്ധിച്ച് കൃത്യമായി വ്യത്യസ്തമായ അറിവുള്ളവരാണ്. അത് വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്നെങ്കിൽ ദൈവവിശ്വാസിയാണ് എല്ലാവരും, അല്ലെങ്കിൽ നാസ്തികരായി ദൈവവിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളായി ജീവിക്കുന്ന ആളുകളാണ്. ഇനി ശ്രദ്ധിച്ചേ, പൊതുവിൽ ബൈബിൾ വിശ്വസിക്കുന്ന ആളുകൾ അഥവാ ബൈബിൾ മുൻപോട്ട് വെക്കുന്ന ദൈവം, ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം എന്ന് പറയുന്ന സനാതനമായ ആ ധാർമ്മിക ഉപദേശത്തെ, ആ വ്യക്തിവിശേഷത്തെ വ്യത്യസ്തമായ നാമങ്ങൾ കൊണ്ടാണ് അറിയപ്പെടുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു നോട്ടിന്റെ ഭാഗമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുട് നോട്ടായിട്ട് എഴുതിയെടുക്കാം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ദൈവത്തിന്റെ നാമങ്ങൾ ഒരുപാടുണ്ട്. അത് ഏൽ എന്ന പദം, ഏലീം എന്ന പദം, ഏലോഹീം എന്ന പദം, ഏലോഹ് എന്ന പദം, ഇതെല്ലാം
ദൈവത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന സർവജ്ഞനായ, സർവശക്തനായ, സൃഷ്ടാവായ എന്നൊക്കെ പൊതുവിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധാരണ അറിവ് സമ്മാനിക്കുന്ന പദങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ അല്പം കൂടി ഗ്രീക്കിൽ തെയോസ് എന്ന വാക്കും ലാറ്റിനിലെ ദെയൂസ് എന്ന വാക്കും ഇംഗ്ലീഷിലെ ഗോഡ് എന്ന വാക്കും ഒരുപോലെ ഉപയോഗിക്കപ്പെടാൻ കഴിയുന്ന സമാനമായ പദങ്ങളാണ്. തെയോസ്, ഡെയൂസ്, അതുപോലെ തന്നെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ പദങ്ങളെല്ലാം തന്നെ. അപ്പം ഇതിന്റെ എല്ലാം ശരിയായ അർത്ഥം എന്ന് പറയുന്നത് സർവശക്തനായ, സൃഷ്ടാവായ, എല്ലാത്തിനും മേലായ, ആരാലും ഉണ്ടാക്കപ്പെടാത്തതായ, സ്വയംഭൂവായ ഒരു ദൈവത്തെയാണ് ഈ നാമങ്ങൾ കൊണ്ടെല്ലാം പരിചയപ്പെടുത്തുന്നത്. ഇനി ശ്രദ്ധിച്ചേ, മറ്റൊരു പ്രധാനപ്പെട്ട പദമാണ് അഡോണായി എന്ന പദം. അഡോണായി, എലോഹീം എന്ന പദത്തിന്റെ ബഹുവചന രൂപമാണ് വാസ്തവത്തിൽ അഡോണായി എന്ന പദം. അതിന്റെ ഏകവചന അർത്ഥം കർത്താവ് എന്നും യജമാനൻ എന്നും ഉടമസ്ഥൻ എന്നുമൊക്കെയാണ്. ഉൽപ്പത്തി പുസ്തകം 19:2, 40 അധ്യായം 1 വാക്യം. അപ്പം മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരമാധികാരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് അഡോണായി എന്ന പദം. അബ്രഹാമിനെ തേടി ദൂതന്മാർ വരുമ്പോൾ തന്റെ കൂടാരത്തിലേക്ക് എഴുന്നള്ളിയ ഈ ദൂതന്മാരെ ചെന്ന് അവർ സ്വീകരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പദങ്ങളും ഇതേ സമാനമായ പദം തന്നെയാണ്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഭാര്യ-ഭർത്തൃ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ ഭർത്താവിനെ ബഹുമാന പുരസ്സരം വളരെ ആദരവോടുകൂടി അഡോണായി എന്ന പദം ഉപയോഗിക്കാറുണ്ടായിരുന്നു. യജമാനൻ, കർത്തൃത്വം നടത്താൻ കഴിവുള്ളവൻ, ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ വിലയ്ക്ക് വാങ്ങിയവൻ, എന്ന് പറഞ്ഞാൽ തന്റെ പരമാധികാരത്തിന്റെ കീഴിൽ ഒരു സംഘമോ ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഉള്ളവൻ എന്നർത്ഥം. സർവചരാചരങ്ങളും സർവലോകവും അടക്കി ഭരിക്കാൻ കഴിവുള്ളവൻ എന്നർത്ഥം. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പദങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പദമാണ് തെയോസ് എന്ന പദം. തെയോസ്, ഈ പദം നമുക്കറിയാം വാസ്തവത്തിൽ ദൈവത്തിന്റെ ഗോഡ്ഹെഡ്, ദൈവത്തിന്റെ വൈവിധ്യമായ പ്രവൃത്തി പദങ്ങളെ ഉപയോഗിക്കുന്ന പദമായിട്ട് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ ഉടനീളം പഠിച്ചാൽ നമ്മൾ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൈവത്തിന്റെ നാമങ്ങൾ എന്ന് പറയുന്നത്. യഹോവ ഇരെ എന്നും, യഹോവ നിസി എന്നും, യഹോവ ഷാലോം എന്നും, പിന്നെ ഏലിയോൺ എന്നും ഒക്കെ ഒരുപാട് പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാനിത് പൊതുവായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക. അപ്പം ബൈബിൾ മുൻപോട്ട് വെക്കുന്ന, വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏറ്റവും പരമപ്രധാനിയായിരിക്കുന്ന, ലോകത്തിന്റെയൊക്കെ സൃഷ്ടാവായിരിക്കുന്ന, ഏറ്റവും പ്രസക്തനായ, ഏറ്റവും കർമ്മധീരരായ, അല്ലെങ്കിൽ എപ്പോഴും എല്ലാവർക്കും വേണ്ടി വളരെ സദാ ജാഗരൂകനായിരിക്കുന്നത് ദൈവത്തെ പരിചയപ്പെടുത്താനാണ് ഇത്തരം പദങ്ങൾ സാധാരണയായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, പൗലൂസ് തന്റെ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ പദങ്ങളാണ്, എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പൗലൂസിന്റെ ലേഖനങ്ങളിൽ ദൈവശാസ്ത്ര ചിന്തയിൽ ഏറ്റവും നിർണായകമായ തന്റെ ചിന്തകളിൽ ഏറ്റവും പരമപ്രധാനമായ ചിന്തകളിൽ ഒന്നാണ് ദൈവം എന്ന തന്റെ ചിന്ത. ശ്രദ്ധിക്കുക, ഞാൻ പറയാം. പൗലൂസിന്റെ വേദശാസ്ത്ര ചിന്തകളിൽ ഏറ്റവും നിർണായകമായ, ഏറ്റവും പരമപ്രധാനമായ സ്ഥാനം, അഗ്രഗണ്യമായ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് തന്റെ ദൈവിക കാഴ്ചപ്പാട്. ദൈവം എന്ന് പറയുന്ന ആ സംജ്ഞ, ആ നാമത്തെക്കുറിച്ചുള്ള തന്റെ അറിവും തന്റെ ബോധ്യവും തന്റെ ദർശനങ്ങളും തന്റെ കാഴ്ചപ്പാടുകളും തന്റെ ചിന്തകളും തന്റെ എഴുത്തുകളും ഒക്കെ. ഇനി തന്റെ ലേഖനങ്ങളിൽ ഏകദേശം 548 പരം പ്രാവശ്യമാണ് ദൈവം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. 548 പരം പ്രാവശ്യം ദൈവം എന്ന പദം താൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ റോമാലേഖനത്തിൽ തന്നെ 153 പ്രാവശ്യം ദൈവം ദൈവം എന്ന പദം താൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കണം, പൗലൂസിന്റെ
ഈ നമുക്കറിയാം, നമ്മൾ ഇതിന്റെ പ്രാരംഭത്തിൽ ചിന്തിച്ചതാണ്, തന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ള ചില സാംസ്കാരിക പൈതൃകങ്ങളുണ്ട്. തന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ള മത ചിന്തകളും പശ്ചാത്തലങ്ങളുമുണ്ട്. തന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ള ന്യായപ്രമാണത്തിന്റെ ചിന്തകളുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ മുൻകാലങ്ങളിൽ തന്റെ എഴുത്തിലും തന്റെ പഠിപ്പിക്കലുകളും ഒക്കെ ഇത്തരം ചിന്തകളെ താൻ ഒന്നുകൂടി ഓർത്തെടുത്ത് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഞാൻ പ്രാരംഭത്തിൽ അഡ്വാൻസ് ആയിട്ട് തന്നെ പറയട്ടെ, പൗലൂസിന്റെ ലേഖനങ്ങളിലും വാക്യങ്ങളിലും ഒക്കെ ന്യായപ്രമാണത്തിന്റെയോ യഹൂദ മതത്തിന്റെയോ യവനായ തത്വചിന്തകളുടെയോ പുറംജാതികൾക്ക് വേണ്ടി ഒരു സങ്കര സംസ്കാരത്തിന് വേണ്ടി താൻ തന്റെ ചിന്തകൾ പങ്കുവെക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ അതിന്റെ അർത്ഥം നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോടുള്ള ഒരു പ്രതിബദ്ധതയോ അവരോടുള്ള ഒരു താതാത്മ്യതയോ അവരോടുള്ള ഒരു ആത്മാർത്ഥതയോടെ വെളിച്ചത്തിലല്ല താൻ അത് അത്തരത്തിലുള്ള ചിന്തകൾ പങ്കുവെക്കുന്നത്. മറിച്ച് ദൈവം എന്ന് പറയുന്ന, രക്ഷ എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്, ക്രിസ്തീയത എന്ന് പറയുന്നത്, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം എന്ന് പറയുന്നത് സർവലോകത്തിനും വേണ്ടിയിലൂടെയോ പിന്നെ മുൻകാല പ്രമാണങ്ങളുടെ വഴികളിൽ പിന്നെയും സഞ്ചരിക്കുന്നതിലൂടെയോ ഏതെങ്കിലും തരത്തിൽ മതത്തിന്റെയോ കർമ്മത്തിന്റെയോ ആചാരത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ ഏതെങ്കിലും ഒക്കെ ലാഞ്ചന വിശ്വാസത്തിന്റെ പിണിയാളുകളായി സഞ്ചരിക്കുന്ന ആളുകൾ എന്തോ എന്നോടാണോ? അല്ല, സ്വതന്ത്രം. എല്ലാവരും സ്വതന്ത്രം പറഞ്ഞു. ഒന്ന് എന്നോടല്ലേ സ്വതന്ത്രം. ആമേൻ. ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞത് പൗലോസിന്റെ സന്ദേഹങ്ങളാണ്. അപ്പം ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് യഹൂദന് രക്ഷ നഷ്ടപ്പെടുമോ? മനസ്സിലായോ? അപ്പം ഏതെങ്കിലും ജാതീയ പശ്ചാത്തലം വീണ്ടും പിന്തുടരുന്നത് കൊണ്ട് തനിക്ക് എന്തെങ്കിലും ഇവർക്ക് രക്ഷ നഷ്ടപ്പെടാൻ ക്രിസ്തു എന്ന് പറയുന്ന പൊതു തത്വം, പൊതുചിന്ത, പൊതുരക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? അഥവാ ക്രിസ്തു എന്ന് പറയുന്ന പൊതു മുതൽ, ദൈവത്തിന്റെ പൊതു സ്വത്തായി ദൈവം ദാനമായി നൽകിയത് ഏതെങ്കിലും തരത്തിൽ ഇവർക്കൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു സന്ദേഹം ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് താൻ പിന്നെയും ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങളെ ഒന്നുകൂടി പറഞ്ഞിട്ട് അതല്ല ശരി, ഇതാണെന്ന് സ്ഥാപിക്കാൻ തന്റെ ചിന്തകൾ പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അപ്പം റോമാലേഖനത്തിലും മറ്റു ഇതര ലേഖനങ്ങളിലുമെല്ലാം ദൈവം എന്ന് പറയുന്ന പദം ധാരാളമായി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമുക്കെല്ലാം ദൈവത്തെക്കുറിച്ച് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നമുക്കൊരു ഒരു ധാരണയുണ്ട്, അല്ലേ? അത് നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ചോ നമ്മൾ വായിക്കുന്ന ബൈബിളിൽ നമുക്ക് സമ്മാനിക്കുന്ന അറിവുകളോ നമ്മൾ ആ അറിവ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴോ മറ്റു ഇതര വ്യാഖ്യാനങ്ങളിലൂടെയോ ആഖ്യാനം അഥവാ കഥ പറച്ചിലൂടെയോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ മനസ്സിൽ നമ്മൾ സംഗ്രഹിച്ചിട്ടുള്ള ഈ അറിവിനെ നമ്മൾ നമ്മുടേതായിരിക്കുന്ന ഒരു ശൈലിയിൽ അങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാക്കിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവമല്ല എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞത്, അല്ലേ? നമ്മളൊക്കെ ദൈവത്തെയോട് സമീപിക്കുന്ന ഒരു സമീപന രീതിയുണ്ട്. ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പം എൻ്റെ കൂടെ കിടന്ന ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഒരു 160 പേര് ഇങ്ങനെ ഒന്നിച്ച് ഒരു വലിയ ഡോർമെറ്ററി അവിടെ കിടക്കും. അപ്പം ഒരു ഹിന്ദിക്കാരൻ, ഒരു മലയാളി, ഒരു അങ്കാമി, ഒരു നാഗാമി, ഒരു ആസാമി, നോർത്ത് ഈസ്റ്റ്, പിന്നെ ഒരു വെസ്റ്റ് ബംഗാൾ, ഒരു നേപ്പാളി, പിന്നെ മ്യാൻമറുകാരൻ, പിന്നെ ആന്ധ്രാക്കാരൻ, ഇങ്ങനെ കിടക്കുക എല്ലാവരും. അപ്പം അടുത്തടുത്തെത്താം. അപ്പൊ ഞങ്ങളുടെ കൂടെ ഇപ്പൊ ലാസ്റ്റ് ഇയർ ആയപ്പം അതിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് ഇപ്പം 6 ലീഡർമാരിൽ ഒരാൾ എന്നെയും തിരഞ്ഞെടുത്തു. അങ്ങനെ ലീഡർഷിപ്പ് വയ്ക്കും. എൻ്റെ അടുത്താണ് ഇടുക്കിക്കാരനായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് അലക്സ്. അവനും ഇടുക്കിക്കാരന്. അവന്റെ ഒഫീഷ്യൽ പേര് അലക്സ്. അവനെ എല്ലാവരും വിളിക്കുന്നത് ബെന്നി എന്ന്. ഇവൻ വൈകിട്ട് കിടക്കുന്ന ഞങ്ങളെല്ലാം
തലയും കുത്തി കിടന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കമന്ന് കിടന്ന് ഭയങ്കര പ്രാർത്ഥന. നമ്മളെല്ലാം ഈ മലയാളിയിലെ ഒരു ടിപ്പിക്കൽ പെന്തക്കോസ്റ്റൽ ആയതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു കൊടുത്ത് അങ്ങനെ ഒരു ഭയങ്കര പെന്തക്കോസ്റ്റിന്റെ ഒരു, നിങ്ങൾ വേണമെങ്കിൽ പഠിക്കണമെങ്കിൽ പഠിക്കേണ്ട അങ്ങനെ ഒരു സംഭവമാണ്. മെയിനായിട്ട് ട്രെയിൻ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടിയാണ്. അപ്പം അവിടുത്തെ ഒരു കൾച്ചറെ കുറിച്ച് പഠിപ്പിക്കുന്നു, അങ്ങനെ രീതിയിലാണ്. അപ്പം ഞങ്ങളെല്ലാം വളരെ ഇപ്പം 3 വർഷം എങ്ങനെയെങ്കിലും പഠിച്ച് കർത്താവിന്റെ പേരിൽ ചെയ്യുന്നത് തന്നെയല്ല. അപ്പം നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം വൈകിട്ട് ഈവനിങ്ങും ഡിവോഷൻ കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ച് കിടക്കാൻ നേരത്ത് വൻ ഡിവോഷൻ കഴിയുക, ബൈബിൾ മടക്കിയിട്ട് നേരെ കയ്യും കെട്ടിയിരുന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, എന്നാണ്ട് വിശേഷം, സുഖമായിരിക്കുന്നുണ്ട്? എനിക്ക് സുഖമാണ്. ഇന്ന് വീട്ടിൽ നിന്ന് ലെറ്റർ വന്നായിരുന്നു, അമ്മയ്ക്ക് വയ്യ, പെങ്ങൾക്ക് ഫീസ് കൊടുക്കണം, അച്ഛന് പണിയില്ല. അറിയാവുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ കാര്യം കൃത്യമായിട്ട് ചെയ്തു തരണം. തന്നെയല്ല, അടുത്ത ആഴ്ച എക്സാം വരികയാണ്. ആ എക്സാം വരുമ്പം എനിക്ക് പഠിക്കാൻ ബുദ്ധി തരണം, പിന്നെ എഴുതണം, പിന്നെ ഫീസ് അടയ്ക്കേണ്ടതാണ്, മറ്റു പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാ ശരി, ഓക്കെ, ആമേൻ. ഇത് ഡെയിലി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാൻ നീ ഈ കൾട്ട് പിന്നെ എല്ലാവരും പ്രാർത്ഥന അവനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞവൻ എല്ലാം വ്യത്യസ്തമായിട്ട് ചെയ്യുന്നു. അപ്പൊ അവനെ ഒരു കൾട്ടായിട്ടാണ് കാണുന്നത്, ഒരു ദുരുപദേശക്കാരനായിട്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചാ നീ ഇതെന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ? അപ്പൊ അവനോട് പറഞ്ഞ കാര്യം, നിന്റെ അപ്പനോട് രാവിലെ നീ പോകാൻ നേരത്ത് കോട്ടയത്ത് നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കോട്ടയത്തേക്ക് പോകണം. അപ്പം കോട്ടയത്തേക്ക് പോകുന്ന നേരത്ത് നിന്റെ അപ്പൻ ജോലിക്ക് പോകുന്ന നേരത്ത് ഞാൻ നിർത്തിയിട്ട് ഞാൻ അപ്പനോട് പറയും, ബഹുമാനപ്പെട്ട പിതാവേ, എനിക്കിന്ന് 100 രൂപ തരുമാറാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങ് മഹാസമ്പന്നനും ദയാലുവും അങ്ങന്റെ സൃഷ്ടാവും പരിപാലകനും കർത്താവുമാകിയാൽ അങ്ങെനിക്ക് 100 രൂപ തരുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറയൂന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പറയത്തില്ല. പിന്നെ നീ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞ അച്ഛാ, അല്ലെങ്കിൽ ഞങ്ങൾ ചാച്ചാന്ന് പറയും, ചാച്ച എനിക്ക് 100 രൂപ, അല്ലെങ്കിൽ അച്ഛൻ എനിക്കൊരു 500 രൂപ വേണം, എനിക്ക് ഇന്ന കേസ് കിട്ടും, ഇന്ന ആവശ്യത്തിന് വേണ്ടി അത്യാവശ്യമാണ്, എനിക്കല്ലെങ്കിൽ വണ്ടിക്കൂലി പൈസ ഇല്ല, എനിക്ക് ഇത് വേണം, പറഞ്ഞാൽ എന്ത് എടുത്തു തരും. ഇതാ പറയുന്നു. എടാ, ഇത് തന്നെയാണ്. എന്റെ അപ്പനെ ഞാൻ വലിയ മോഡേണൈസ് ചെയ്ത് അപ്പന്റെ വലിയ ആലങ്കാരിക പദം ഉപയോഗിച്ച് ഇങ്ങനെ ബഹുമാന പുരസ്സരം മാർത്ത പീരങ്കി വെച്ചവനും വെള്ളോട്ടിന് സദൃശ്യമുള്ള പാദമുള്ളവനും പിന്നെ ചിറകുള്ളവനും അങ്ങനെയൊന്നും ആലങ്കാരിക പദമൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ അപ്പനോട് എനിക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? അതുപോലെ തന്നെ എന്ത് ചെയ്യാം, എനിക്ക് എന്റെ ദൈവത്തോടും പറയും. കാരണം എന്റെ അപ്പനോട് എന്റെ അപ്പനാണ്. അതുകൊണ്ട് വലിയ ഡെക്കറേഷന്റെ കാര്യമൊന്നും ഇല്ലെന്ന് എന്ത് ചെയ്യും അവൻ പറഞ്ഞു. അത് ശരിയോ തെറ്റോ നിങ്ങൾ എങ്ങനെ എടുക്കുക? ഞാൻ ഒരു പൊതു അറിവിലേക്ക് പറയുക. അപ്പൊ ശ്രദ്ധിച്ചേ, ഞാൻ എന്നാ ചിന്തിച്ചതാ ഇത്രത്തോളം ഒരു അപ്പം അവൻ എല്ലാ കാര്യവും അങ്ങനെ വ്യത്യസ്തമായതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് എല്ലാവരും എടുത്തില്ലെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം നമ്മളൊക്കെ ചിലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ ദൈവം എന്ന് പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കുകയില്ല. വിശ്വാസ പ്രമാണം ഒന്നാണ്. നമ്മളെല്ലാം വ്യത്യസ്തമായിട്ടല്ല ചിന്തിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ദൈവത്തെക്കുറിച്ച് കൃത്യമായ അറിവും ബോധ്യവും ഉണ്ട്. ബൈബിൾ നൽകുന്നതും നമ്മൾ വിശ്വസിക്കുന്നതെല്ലാം ശരിയാ. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ദൈവത്തോടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം കീപ്പ് ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും. ഇനി ശ്രദ്ധിക്കുക, പൗലോസ് തന്റെ ലേഖനങ്ങളിൽ അത്തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ അതാണ് ചിന്തിക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 1:1 പറയുന്ന പൗലോസ് ഉപയോഗിക്കുന്ന ആ ചിന്ത ഇതാണ്. ഒന്ന്, തൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും കൃത്യമായി ദൈവത്താലാണെന്നുള്ള ബോധ്യം തനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ്. 1 കൊരിന്ത്യർ 1:1 ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ്. ഇനി ഗലാത്യ ലേഖനം 1:1 വായിക്കുന്നത്, പിതാവായ ദൈവത്താൽ അപ്പോസ്തലനായ പൗലോസ്. ശ്രദ്ധിച്ചേ, അപ്പം പൗലോസിന് തന്റെ വിളിയും തെരഞ്ഞെടുപ്പും കൃത്യമായി ആക്കിയത്, അല്ലെങ്കിൽ താൻ എന്തിനു വിളിക്കപ്പെട്ടു, എങ്ങനെയാണ് വിളിക്കപ്പെട്ടത്, ദൈവത്താലാണെന്നുള്ള കൃത്യമായ ബോധ്യവും അറിവും തനിക്കുണ്ടായിരുന്നു. ഇനി അടുത്തത് 2 കൊരിന്ത്യർ 1:1, എഫേസ്യ ലേഖനം 1:1, കൊലോസ്യ ലേഖനം 1:1, 2 തീമോഥെയോസ് 1:1. ഒന്നുകൂടെ ഞാൻ പറയാം. 2 കൊരിന്ത്യർ 1:1, എഫേസ്യ ലേഖനം 1:1, കൊലോസ്യ ലേഖനം 1:1, 2 തീമോഥെയോസ് 1:1. ഇവിടെയെല്ലാം
ദൈവേഷ്ടത്താൽ തനിക്കുണ്ടായിരിക്കുന്ന ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ തനിക്ക് തന്നെ കുറിച്ചുള്ള വിശേഷണം താൻ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ ക്രിസ്തുവിനെ കുറിച്ച് പൊതുജനത്തിനുള്ള അഭിപ്രായം അവൻ മറിയയുടെ മകൻ എന്നുള്ളതായിരുന്നു. മറിയയുടെ മകൻ. എൻ്റെ കൂടെ ജോലി ചെയ്ത നിയാത്ര ടെലിവിഷനിൽ ജോലി ചെയ്ത ഒരു സഹോദരന്റെ പേര്, കത്തോലിക്കനാണ്, അദ്ദേഹത്തിന്റെ പേര് വിൻസെന്റ് എൽസ ജോൺ എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ടുണ്ട്. അമ്മയുടെ പേരും കൂടിയിട്ട്. നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല അല്ലേ? നമ്മുടെ ആണുങ്ങൾക്ക് അങ്ങനെ പേര് ഇടുവോ? ഇല്ല, അപൂർവമായിട്ടും. വിൻസെന്റ് എൽസ ജോൺ എന്നായിട്ടിരിക്കുന്നത്. അപ്പം ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദത്തിൽ ഒന്ന് അവൻ മറിയയുടെ മകൻ എന്നുള്ളതാണ്. അതൊരു ആക്ഷേപസ്വരമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വിശേഷണ പദമായി ഞാൻ എന്നെ തന്നെ വിശേഷണമായി, എൻ്റെ പേര് ഒഫീഷ്യൽ ഷാദൻ PC എന്നാണെങ്കിലും എനിക്കൊരു വിശേഷണമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഷാദൻ പാറക്കടവിൽ. പണ്ട് മുതൽ ചെറുപ്പം മുതൽ എഴുതി വന്നുകൊണ്ട് ഒരു വിശേഷണ പദം ആയിട്ട് എൻ്റെ ഒരു തൂലികാ നാമമായിട്ട് ഞാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞ പോലെ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു വിശേഷണ പദം ദൈവേഷ്ടത്താൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ. താൻ ലേഖനം എഴുതുമ്പോഴൊക്കെ തന്റെ ലേഖനം വായിക്കുന്ന, തന്റെ ചിന്തകൾക്ക് ചെവി കൊടുക്കുന്ന അനുവാചകർ, വായനക്കാർക്ക് പ്രത്യേക നൽകുന്ന സന്ദേശം തൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും കൃത്യമായി ദൈവത്താൽ തന്നെയാണ് എന്നുള്ളത് പറഞ്ഞവരെ ബോധ്യമാക്കുന്നു. ഇനി മറുവശം, ഒരാൾ വിളിക്കപ്പെടണമെങ്കിൽ, ഒരാൾ ആകർഷിക്കപ്പെടണമെങ്കിൽ, ഒരാൾ ക്രിസ്തു സന്ദേശത്തിന്റെ വാഹകരായി തീരണമെങ്കിൽ, ഒരാൾ ക്രിസ്ത്യാനിയായി തീരണമെങ്കിൽ ദൈവം ആകർഷിക്കണം എന്നുകൂടി ഒരു ധ്വനി അതിനകത്ത് താൻ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, അഭിമാനത്തോടുകൂടി, വളരെ അഭിമാനത്തോടുകൂടി, വളരെ ആർജവത്തോടു കൂടിയാണ് പറയുന്നത്, ഞാൻ ദൈവേഷ്ടത്താൽ അപ്പോസ്തലനായ വ്യക്തിയാണ് എന്നാണ്. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് കേവലം ഏതെങ്കിലും മുൻകാലങ്ങളിൽ താൻ അനുവർത്തിച്ചു വന്ന കർമ്മങ്ങൾ വഴിയോ ആചാരങ്ങൾ വഴിയോ ന്യായപ്രമാണങ്ങൾ നൽകിയ ആ അറിവനുസരിച്ചോ ആയിരുന്നില്ല. ഒന്നുകൂടി ഞാൻ പറയാം, പഴയ നിയമത്തിന്റെ ഗ്രന്ഥങ്ങൾ തനിക്ക് സമ്മാനിച്ചിട്ടുള്ള അറിവും ഒരുപക്ഷെ തനിക്കുണ്ടാവാം. ന്യായപ്രമാണം പരിചയപ്പെടുത്തിയ അറിവ് തനിക്കുണ്ടാവാം. എന്ന് പറഞ്ഞാൽ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനായതുകൊണ്ടും ഗമാലിയേലിന്റെ കാൽക്കീഴിൽ ഇരുന്ന് പഠിച്ചതുകൊണ്ടും അന്നത്തെ പ്രധാനപ്പെട്ട മതപഠനശാലകളിലെ വിദ്യാഭ്യാസം ചെയ്ത വ്യക്തിയായതുകൊണ്ടുമൊക്കെ ന്യായപ്രമാണത്തിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള സകല കാര്യങ്ങളും നന്നായി അറിവുള്ള വ്യക്തിയാണ്. ഏതൊക്കെയാ? ദൈവത്തെ സംബന്ധിച്ച് അറിവുണ്ടാവാം, സൃഷ്ടി സംബന്ധിച്ചുണ്ടാവാം, പിന്നെ ഈ ലോകത്തിലെ മറ്റ് ഇതര കാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഒപ്പം തന്നെ പാപത്തെ സംബന്ധിച്ചും പാപമോചനത്തെ സംബന്ധിച്ച്, ഇങ്ങനെ ന്യായപ്രമാണം എന്തെല്ലാം പഠിപ്പിച്ചോ, പഴയ നിയമത്തിലൂടെ എന്തെല്ലാം പരിചയപ്പെടാൻ അവസരമുണ്ടായിട്ടുണ്ടോ, പഠിക്കാൻ അവസരമുണ്ടായിട്ടുണ്ടോ, അതെല്ലാം നന്നായി ഗ്രഹിച്ച വ്യക്തി എന്ന നിലയിൽ അതൊന്നുമല്ല വാസ്തവത്തിൽ ഒരു വ്യക്തിയെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നത്. ദൈവത്തിന് ഹിതമുണ്ടായെങ്കിൽ മാത്രമേ, ഇഷ്ടമുണ്ടായെങ്കിൽ മാത്രമേ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ തനിക്ക് അപ്പോസ്തോലികത്വം നേടിയ വ്യക്തിയാണെന്ന് തനിക്ക് പറയാനിടയിൽ. ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം ഭാഗം. ശ്രദ്ധിച്ചേ, തൻ്റെ അപ്പോസ്തോലികത്വത്തിനെതിരെയും താൻ പറയുന്ന അപ്പോസ്തോലിക ഉപദേശങ്ങൾക്കെതിരെയും താൻ മുൻപോട്ട് വെക്കുന്ന ദൈവശാസ്ത്ര ചിന്തകൾക്കെതിരെയും ഒരിക്കൽ പോലും ആക്ഷേപം ഉന്നയിക്കാതിരിക്കാൻ, എന്ന് പറഞ്ഞാൽ പഴയ വീഞ്ഞ് ഒന്നുകൂടി കുലുക്കി മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നു എന്ന് പറയാതിരിക്കാൻ താൻ പ്രാപിച്ചതും താൻ പറയുന്നതും താൻ മുൻപോട്ട് വെക്കുന്നതും താൻ പരിചയപ്പെടുത്തുന്നതും എല്ലാം എന്താ? ദൈവത്തിൽ നിന്നും കൃത്യമായ അറിവും ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണെന്ന് പൗലോസ് സമർത്ഥിക്കാൻ കൂടിയാണ് ഇത്തരം പ്രയോഗങ്ങൾ കൃത്യമായി ഉപയോഗിച്ചത്. ഈ രക്ഷിക്കപ്പെട്ട് വന്ന ആളുകൾ ആരാണ് സഭയില്? ഇനി ഉപദേഷ്ടാക്കന്മാരായി അവിടെ വന്ന ആളുകൾ ആരാണ്?
ഇവരെല്ലാം ന്യായപ്രമാണത്തിന്റെയോ മറ്റ് ഒരു ഒരു വ്യത്യസ്തമായ ഉപദേശങ്ങളും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ താൻ പഠിപ്പിക്കുമ്പോൾ തനിക്കെതിരെ, അതുകൊണ്ടാണല്ലോ പൗലൂസിന്റെ അസാന്നിധ്യത്തിൽ അവിടെ പാഷാണ്ഡതകൾ അല്ലെങ്കിൽ ദുരുപദേശങ്ങൾ ധാരാളമായി സഭകളിൽ ഉണ്ടാകാനിടയായി തീർന്നത്. അതിനെതിരെ താൻ കത്തുകൾ എഴുതേണ്ടി വന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് തന്റെ അപ്പോസ്തോലികത്വത്തെയോ തന്റെ വാക്കുകളെയോ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവിലാണ് താൻ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കാൻ ഇടയായത്. ഇനി അനുവാചകർ, വായനക്കാർക്കുള്ള വാചകങ്ങളിൽ താൻ പതിവായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന ശൈലി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ കുറച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് റോമാലേഖനത്തിൽ മാത്രം, പൗലോസിന്റെ ലേഖനങ്ങളിൽ മികച്ച ലേഖനവും ഉപദേശങ്ങളിൽ വളരെ കൃത്യമായി രക്ഷയുടെ ഉപദേശം പറയാൻ, നീതീകരണം എന്ന വിഷയം പറയാൻ, പാപത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി എഴുതിയ ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ ആധികാരികമായി നമുക്ക് ചിന്തകൾ ലഭിക്കുന്ന, തെളിവുകൾ ലഭിക്കുന്ന, ഒരുപാട് ക്രിസ്തുവിശ്വാസികൾ പഠന വിധേയമാക്കേണ്ട ഒരു ലേഖനമാണ് വാസ്തവത്തിൽ റോമാലേഖനം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ റോമാലേഖനത്തിൽ തന്നെ താൻ പറയുന്ന നിരവധി വിശേഷണങ്ങളുണ്ട് ദൈവത്തെക്കുറിച്ച്. എന്തൊക്കെയാ അത്? ഒന്ന്, അതിന്റെ 1-ാം അധ്യായം തന്നെ പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സുവിശേഷം, സദ്വാർത്തകൾ, ഞാൻ പറയുന്ന സദ്വാർത്തകൾ, സത്ചിന്തകൾ, സത്സാരോപദേശങ്ങൾ, ദൈവികമായ അരുളപ്പാടുകൾ, അതെല്ലാം ദൈവത്തിൽ നിന്നുമുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇത് പൗലൂസിന്റെയോ പിതാക്കന്മാരിൽ നിന്നും ലഭ്യമായിട്ടുള്ള തന്നിലേക്ക് പകർന്നു കിട്ടിയ ആശയങ്ങളുടെ ഒരു പരാവർത്തനമോ അല്ലെങ്കിൽ ഒരു വിവരണമോ അല്ല, മറിച്ച് കൃത്യമായി ദൈവത്തിന്റെയാണ് ഈ സുവിശേഷം എന്ന് താൻ അവിടെ പറയുന്നു. രണ്ടാമത്, ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള പദം നമുക്ക് അവിടെ കാണാൻ കഴിയും. ദൈവത്തിന് പ്രിയനായവൻ എന്ന പദം കാണാൻ കഴിയും. ഇതൊക്കെ വളരെ നമ്മളൊരു സാധാരണ പറഞ്ഞു വിടേണ്ട ഒരു പദങ്ങളല്ല കേട്ടോ വാസ്തവത്തിൽ ഇത്തരം പദങ്ങളൊക്കെ. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന് പ്രിയമാകുക, ദൈവത്തിന് ഇഷ്ടമാകുക, ദൈവത്തിന് കൂടുതൽ നമ്മോട് കൂടുതൽ കൂടുതൽ മോഹമുണ്ടാകുക, നമുക്ക് ദൈവത്തോട് കൂടുതൽ മോഹമുണ്ടാകുക, നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയുക, ദൈവമായി മാത്രം ചേർന്നിരിക്കാൻ കഴിയുക. അപ്പോൾ ദൈവത്തിന് പ്രിയനാകുക എന്ന ആ പദം നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം മറന്നിട്ട് ദൈവമെന്ന് പറയുന്ന ആ സംജ്ഞയിലേക്ക്, ആ നാമത്തിലേക്ക്, ആ വിശേഷണത്തിലേക്ക്, ആ വ്യക്തിത്വത്തിലേക്ക്, ആ സത്യത്തിലേക്ക്, ആ ധർമ്മത്തിലേക്ക് മാത്രം ചേർന്നിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് അവൻ പ്രിയനും പ്രിയമക്കളും ഒക്കെ ആയിത്തീരാൻ കഴിയുക. ഇനി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ കഴിയുക. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞാണല്ലോ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എന്താണെന്ന്. ഇനി ദൈവത്തിന്റെ ശക്തിയെ സംബന്ധിച്ച്, ദൈവത്തിന്റെ നീതിയെ സംബന്ധിച്ച്, ദൈവത്തിന്റെ ക്രോധം, ദൈവമഹത്വം, ദൈവസത്യം, ദൈവത്തിന്റെ ന്യായവിധി, ഇങ്ങനെ ദൈവമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് റോമാലേഖനത്തിൽ തന്നെ കാണാൻ കഴിയും. അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ ചിന്തിക്കുന്നത് പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തയിലെ ദൈവം എന്ന് പറയുന്ന വിഷയമാണ്. അപ്പം പൗലൂസ് പ്രാരംഭത്തിൽ തന്നെ തന്റെ ലേഖനങ്ങളിൽ ആമുഖവാക്യങ്ങളായിട്ടോ സ്വയം വിശേഷണമായിട്ടോ അനുവാചകർക്കുള്ള വന്ദനസ്വരമായിട്ടോ, ഒന്നുകൂടി പറഞ്ഞാൽ തൻ്റെ എഴുത്തുകളെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ദൈവത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളും തനിക്കിവിടെ ധാരാളം രേഖപ്പെടുത്താൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇനി പൗലോസ് പറഞ്ഞിട്ടുള്ള ഈ ചിന്തകളിൽ യഹൂദ ചിന്തകൾ അതിലേക്ക് കടന്നു പോകുന്നതായി കാണാൻ കഴിയും. അങ്ങനെ അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അല്ലെ എന്നാ വായിക്കുന്നത്. അതോ ആദികേറി ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചതാണോ? ആദികേറി ദൈവം ആകാശം ഭൂമിയും, ആദിയിൽ ദൈവം, അല്ലെ? ഇൻ ദ ബിഗിനിങ്. എന്താ ആദി എന്ന് പറഞ്ഞ എവിടെയാ? ഈ ആദി എന്ന് പറഞ്ഞ എവിടെയാ? വേർ ഈസ് ദ ബിഗിനിങ്? ആ ഒറ്റ വാക്ക് തന്നെ ദൈവത്തിന്റെ അസ്തിത്വത്തെ, തന്റെ സ്ഥിതിവിശേഷത്തെ,
തന്റെ പൂർവീകരണത്തെ മുൻപ് എല്ലാത്തിനും മുൻപേ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ആ പദത്തിന്റെ വിശദാംശങ്ങളാണ്. അതിന് ഒരു ഒറ്റ പദത്തിലൂടെ എത്രയും വിശദാംശങ്ങൾ കാണാൻ കഴിയും. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. എവിടെയായി ആദ്യം എന്ന് പറഞ്ഞത്? എനിക്ക് എന്റെ പ്രവൃത്തി ഇന്ന് ആരംഭിക്കേണ്ടത് നിങ്ങളുമായി നിങ്ങളെ പഠിപ്പിക്കുക എന്ന എന്റെ കർമ്മം, എന്റെ പ്രവൃത്തി ആരംഭിക്കേണ്ടത് 9 മണിക്കാണ്, അല്ലെ? 9 മണിക്കാണ്. പഠിക്കുക എന്നുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്യേണ്ടത് 9 മണിക്കാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും പഠിക്കേണ്ട നിങ്ങളും പഠിപ്പിക്കേണ്ട ഞാനും എന്താ ഈ പ്രവൃത്തിക്ക് മുമ്പുണ്ടായിരിക്കണം. ദൈവം തൻ്റെ പ്രവൃത്തിയുടെ സമയം കുറിച്ച അല്ലെങ്കിൽ ഉച്ചാരണത്തിലൂടെ തൻ്റെ മനസ്സിന്റെ അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, തൻ്റെ ഇച്ഛാ നിർവഹണം എവിടെയാണോ അവിടെ ആരംഭിച്ചത് അതിനെയാണ് നമ്മൾ വാസ്തവത്തിൽ ആദി എന്ന് പറയുന്നത്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ തൻ്റെ പ്രവൃത്തി എപ്പോൾ അവിടെ ആരംഭിച്ചോ എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ ലോകവുമായുള്ള ബന്ധത്തിൽ, സൃഷ്ടിയുമായുള്ള ബന്ധത്തിൽ തൻ്റെ പ്രവൃത്തി അതിനു മുമ്പ് താൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ആ നിത്യതയിൽ, തൻ്റെ അസ്തിത്വത്തിൽ തൻ്റെ പ്രവൃത്തി എവിടെ ആരംഭിക്കാൻ തുടങ്ങിയോ, എവിടെ ആരംഭിച്ചോ ആ പിനാക്കിൾ എന്ന് പറയുന്ന ആ മൂർത്തിഭാവമായ ആ ടൈം, അതിനാണ് ആദി എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അവിടെ മുതലാണ് സമയത്തിന്റെയും കാലത്തിന്റെയും ഒക്കെ തുടക്കം എന്ന് പറയും. പോട്ടെ, എന്റെ വിഷയം അതല്ല. എങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ലോകത്തിനെ തൻ്റെ നമ്മൾ 3-ാം വാക്യം വായിക്കുന്നത് ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചം ഉണ്ടായി എന്ന് പറയുന്നു. താൻ ആ ഭാഗം കോട്ട് ചെയ്തുകൊണ്ട് താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ലഭിച്ച പ്രകാശനം ദൈവത്തിൽ നിന്നാണെന്ന് തറപ്പിച്ച് പറയാൻ ഈ ഭാഗം താൻ കോട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. മനസ്സിലായോ? 2 കൊരിന്ത്യർ 4:6 എനിക്ക് ലഭിച്ചൊരു ആത്മീയ പ്രകാശനം അത് ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ചതാണ് എന്ന് പറഞ്ഞാൽ, ഈ അന്ധകാര നിബിഡമായിരുന്ന ഉണ്ടാകട്ടെ എന്നുള്ള ഉച്ചാരണത്താൽ സകലവും ഉളവാക്കിയ ദൈവം ആ വെളിച്ചമുണ്ടാക്കിയതുപോലെ തന്നെ എന്നിലേക്കും ദൈവം തൻ്റെ പ്രകാശനം അയച്ചു. എനിക്ക് ലഭിച്ചത്, ആത്മീയ പ്രകാശനം ലഭിച്ചത് ദൈവത്തിൽ നിന്നാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം താൻ ഇവിടെ നടത്താൻ ഇടയാകുന്നു. ഇനി നമുക്കറിയാമല്ലോ, യിരെമ്യാവിന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഗലാത്യലേഖനം 1:15 വായിക്കുമ്പോൾ പൗലോസ് തന്റെ ജനനത്തിന് മുമ്പ് തന്നെ ദൈവം തന്നെ തെരഞ്ഞെടുത്തിരുന്നു എന്ന് സ്ഥാപിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയാം. ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം ദൈവം ഒരു വ്യക്തിയെ തൻ്റെ വേലയ്ക്ക് വേണ്ടിയോ തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയോ തെരഞ്ഞെടുക്കുന്നു. തൻ്റെ സന്ദേശവാഹകനായിട്ടോ ദൈവം നിശ്ചയിക്കുന്നത് ജനനത്തിന് മുമ്പ് എന്ന് പറയുന്ന പോലെ തന്നെ, യിരെമ്യാവിനെ പോലെ തന്നെ ദൈവം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെയും എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു എന്ന് താൻ സ്ഥാപിക്കുന്നു. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ ഒരു കാഴ്ചപ്പാട്, അഥവാ ദൈവം എന്ന് പറയുന്ന ആ ധർമ്മം, ആ സത്യം, തന്നെയും ഭരിക്കുന്നത്, തന്നെയും തെരഞ്ഞെടുത്തത് ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തുന്നത്. ഗലാത്യലേഖനം 1:15 നാം വായിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൗലോസ് പറഞ്ഞത് 1 കൊരിന്ത്യർ 15:10 പറയുന്നു, ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് എന്ന് പറഞ്ഞാൽ അവകാശവാദങ്ങൾ ഒന്നും തന്നെ പറയാൻ എനിക്കില്ല. എന്റെ ചിന്തകൾക്കോ എന്നിലൂടെ നടക്കുന്ന സകല പ്രവൃത്തികൾക്കോ, ഇനി അത്ഭുതമാകട്ടെ, അടയാളങ്ങളാകട്ടെ, വീര്യപ്രവൃത്തികളാകട്ടെ, തൻ്റെ പ്രഭാഷണങ്ങളാകട്ടെ, പ്രസംഗമാകട്ടെ, എഴുത്താകട്ടെ, ഞാനെന്ന വ്യക്തിക്ക് അവകാശം പറയാൻ ഒന്നുമില്ല, മറിച്ച് എന്നെ മേൽ ചൊരിഞ്ഞ ദൈവത്തിന്റെ കൃപ. അപ്പൊ മനസ്സിലാക്കേണ്ടതാണ്, ഇതെല്ലാം പൗലോസ് ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് പോകുന്നതിന്റെ രത്നച്ചുരുക്കം ഇത്രയും ഉള്ളൂ. ദൈവമെന്ന് പറയുന്ന വ്യക്തിവിശേഷത്തെ കൂടുതൽ വായനക്കാരിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ, അവരെ സ്വാധീനം ചെലുത്തുവാൻ, അവരിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്തും ചെയ്താലും അത് ദൈവം 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 എന്നുള്ളതാണ്. ഇനി ശ്രദ്ധിച്ച്, ദൈവകൃപയാണ് എല്ലാത്തിനും കാരണം. അപ്പം ഈ യഹൂദനെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ജീവിത പശ്ചാത്തലത്തിലോ ജീവിത ചര്യകളിലോ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ക്രയവിക്രയങ്ങളിലൊക്കെ ദൈവം എന്ന് പറയുന്ന യാഹുവ എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമായിട്ടാണ് അവർ കാണുന്നത്. എഴുത്തുകാർ ഈ വ്യാഖ്യാനങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ ന്യായപ്രമാണം വ്യാഖ്യാനിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ എഴുതുന്ന ആളുകളും അത് വ്യാഖ്യാനിക്കുന്ന ആളുകളും ദൈവം എലോഹീം എന്ന വിഷയമോ പേരോ അല്ലെങ്കിൽ അഡോണായോ അല്ലെങ്കിൽ ദൈവത്തെ പഴയ നിയമത്തിന്റെ ഏടുകളിൽ പരാമർശിച്ചിരിക്കുന്ന അവരുടെ ചിന്തയായി പരാമർശിച്ചിരിക്കുന്ന ഏതൊരു വാക്കുപയോഗിച്ചാലും ദൈവം യാഹ്വേ എന്ന വാക്ക് അർത്ഥമടങ്ങുന്ന ഏത് വാക്കുപയോഗിച്ചാലും നമ്മൾ പറയുന്നത് പോലെ സാധാരണ അങ്ങ് പറഞ്ഞു വിടുകയായിരുന്നു ഇല്ല. മറിച്ച് അല്പം നിന്ന് ചിന്തിച്ച് അല്പം ധ്യാനിച്ച് അതിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തൊക്കെയാണ് പറയുന്നത്. ഈ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു ഭാഷയും നമ്മുടേതായിരിക്കുന്ന രീതിയും ഒക്കെ സംസ്കാരവും ഒക്കെ ഉണ്ട് അല്ലേ. എത്ര വലിയ ഞാൻ പറഞ്ഞ പോലെ എത്ര വലിയ കഴിവുള്ള ആളാണെങ്കിലും എത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും അവരെ പ്രസംഗിക്കുമ്പം അവരെല്ലാം പറയുന്നൊരു പദമുണ്ട്, അറിയോ? അവരെല്ലാം പറയും ഈ രാത്രികാലം ഈ പകൽക്കാലം നമ്മളെല്ലാം പ്രാർത്ഥിക്കും പറയുന്നവരാണ്. ഈ പകൽക്കാലം വരുവാൻ തക്കവണ്ണം ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം അല്ലേ, ഈ പകൽക്കാലം, അങ്ങനെ ഒരു കാലമില്ല കേട്ടോ. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, പിന്നെ നമുക്ക് ആകെ ഉള്ളത് കഷ്ടകാലം എന്ന് പറയുന്ന നാലാമത്തെ ഒരു കാലം. ഈ പകൽക്കാലം എന്നൊരു വാക്കില്ല, ഈ പകൽ. ഈ രാത്രികാലം എന്നൊരു വാക്കില്ല, ഈ രാത്രിയിൽ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെല്ലാം നമ്മൾ ഉപയോഗിക്കാത്തൊരു പദമാണ് ദൈവത്തെ വിളിക്കുമ്പം. ദൈവമേ നീ വന്നാ മതിയായിരുന്നു, നീ ഇവിടെ എഴുന്നള്ളനായി സ്തോത്രം, നിന്റെ കൃപയ്ക്കായി സ്തോത്രം, നീ നിന്റെ അല്ലെ, ഒരു ബഹുമാനം അല്ലേ. നമ്മളെല്ലാം സ്ഥിരം ഉപയോഗിക്കുന്ന പദമല്ലേ. നമ്മളെ എന്ന് പറയാറുണ്ടോ? അങ്ങനിൽ വസിക്കുന്നത് കൊണ്ട് സ്തോത്രം എന്ന് പറയാറുണ്ടോ? പ്പെടുന്നില്ല. എന്നാൽ കുറച്ചുകൂടി ഒരു ബഹുമാന പുരുഷരം, തമിഴാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബഹുമാനം, നീങ്കൾ എന്നവർ വിളിക്കാറുണ്ട്. നമ്മൾ ഹിന്ദിക്കാരാണെങ്കിലും ആപ് എന്ന തൂ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പദമാണ്. തുജ എന്ന് പറഞ്ഞാൽ നീ പോടാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നികഷ്ടമായിട്ട് പറയുന്നത് അല്ലേ. ഹിന്ദിക്കാർക്ക് അറിയാം. അവർ കൂടുതൽ അഭിജിയെ ആജാന എന്നൊക്കെ പറഞ്ഞ് വളരെ ബഹുമാനത്തോടു കൂടി നമ്മളാണ് നീ ഒന്നട അല്ലേ. പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും നീ 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 ഒരു പ്രതിപക്ഷ ബഹുമാനം. ഇനി പോട്ടെ, ഇനി ഇതര മതങ്ങളുടെ ബന്ധത്തിൽ വേണ്ട, സഹജീവികളുടെ ബന്ധത്തിൽ, നമ്മുടെ സഹവിശ്വാസികളുടെ ബന്ധത്തിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അന്നേരം പണ്ടൊരാൾ കയറി ഇവാട് നീ പോടാന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോ ഇയാളങ്ങ് ചൂടായി, വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ടവനെ ഇനി എന്നെ നീന്ന് വിളിക്കരുത്. അപ്പം ഈ പറഞ്ഞ ആള് പറഞ്ഞു, പിന്നെ ഞാൻ ദൈവത്തെ പോലും നീ എന്നാ വിളിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുമ്പം നീ എന്നല്ലാതെ ഒരു പദം പറയത്തില്ല. അന്നേരം നിന്നെ കയറി എന്ത് ചെയ്യാൻ പേര് വിളിക്കോ, നീ എന്ന് വിളിക്കുന്നതിൽ. എടാ ദൈവത്തെ വിളിക്കാമെങ്കിൽ പിന്നെ നിന്നെ വിളിക്കുന്നതിൽ എന്നെ പേടിക്കാനൊന്നുമില്ല, ഉണ്ടോ? ഞാൻ പറഞ്ഞ ഇത്രയും ഉള്ളൂ. അപ്പം ഈ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എഴുത്തിലോ അവൻ ഇത് പകർത്തി എഴുതുമ്പോഴോ അവൻ ഉച്ചരിക്കുമ്പോഴോ യാഹ്വേ, അഡോണായി, എലോഹീം, എലോഹീം, യഹോവ നിസി തുടങ്ങിയ ഈ വിശേഷണങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഏകപദമോ ബഹുവചനമോ അതുപോലെ തന്നെ വിശേഷണങ്ങളോ ഉപയോഗിക്കുമ്പോൾ വളരെ ഭയഭക്തിയോടുകൂടി ഒന്ന് നിന്ന്, ഒന്ന് ഹൃദയത്തിൽ ധ്യാനിച്ച്, ഒന്ന് ഹൃദയത്തിലേക്ക് ആ സകല വിശേഷണങ്ങളും ഒന്ന് കൊണ്ടുവന്ന് എന്താ ഉപയോഗിക്കത്തുള്ളൂ. ഇത് ശ്രദ്ധിച്ചേ. നമ്മൾ അപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ ഓടി വരുന്നത്? ഒരുപാട് അല്ലെ, നമ്മുടെ അപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ, ഇമേജുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഒരുപാട് ബിംബങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ, പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ പല രൂപങ്ങൾ. അപ്പം ഈ നമ്മളൊക്കെ ഈ ഹോസ്റ്റലിലൊക്കെ പഠിച്ച സമയത്ത് ഒരു കത്ത് ലഭിക്കുമ്പോൾ ഈ അപ്പൻ എഴുതുന്ന ഭാഗം അപ്പൻ നമ്മോട് സംസാരിക്കുന്ന പോലെയും, അമ്മ എഴുതുന്ന ഭാഗം അമ്മ സംസാരിക്കുന്ന പോലെയും, സഹോദരങ്ങൾ എഴുതുന്ന ഭാഗം സഹോദരങ്ങൾ പറയുന്ന പോലെയും, പിന്നെ കൂട്ടുകാർ എഴുതുന്ന ഭാഗം കൂട്ടുകാര് പറയുന്ന പോലെയല്ലേ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലേ? അല്ല,
അതെ അല്ലേ? നമ്മൾ ആ ഭാഗം വായിക്കുമ്പം കൃത്യമായി നമ്മുടെ ചെവിയിൽ ഇങ്ങനെ അവരിങ്ങനെ നമ്മളോട് പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ദൈവം എന്ന് പറയുന്ന വാക്കുച്ചരിക്കുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ ദൈവം ആരാണ്, എന്താണ് അവന്റെ വിശേഷത, എന്താണ് അവന്റെ വല്ലഭത്വം, അവന്റെ ഗുണഗണങ്ങൾ എന്താണ്, അവൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അവിടുത്തെ സകല കാര്യങ്ങളും കൃത്യമായി മനസ്സിൽ ഒന്നുകൂടി ഒന്ന് അയവിറക്കി, ഒന്നുകൂടി ഒന്ന് ധ്യാനിച്ചിട്ടാണ് ആ പദം ഉച്ചരിക്കാൻ പോലും അവർ തയ്യാറാകും. അപ്പം നോക്കണം, ഇത്രയധികം വിശേഷണതയുള്ള, ഇത്രയധികം മഹത്വമുള്ള, ഇത്രയധികം വലിപ്പമുള്ള ആ പദം ഉപയോഗിക്കുകയാണ്. ഇത്രയധികം വലിപ്പമുള്ള ഒരു ദൈവത്തെയാണ് താൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു തന്റെ ഈ ലേഖനങ്ങളിലൂടെ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത കൂടി താൻ പറയുന്നു. ഈ ദൈവം എന്ന് പറയുന്നത് വിജാതികർക്ക് കൂടി, അവർക്ക് കൂടി എന്ത് ചെയ്യുക, അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ 1 തെസ്സലോനിക്കർ 1:9 താൻ പറഞ്ഞ ഇങ്ങനെയാണ്: ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്ന് അവർ തന്നെ പറയുന്നു എന്നുള്ളത്. മുൻകാലങ്ങളിൽ അനുവർത്തിച്ചു വന്ന നയങ്ങളോടും ആരാധന ക്രമങ്ങളോടും രീതികളോടും ചിന്തകളോടും ഒക്കെ എന്നേക്കുമായി മൊഴി ചൊല്ലാൻ ആ പദം ഉപയോഗിക്കേണ്ടത്, വിട പറയാൻ, എന്നേക്കുമായി ബന്ധം വേർപെടുത്താൻ ഇടയായി തീർന്ന ഒറ്റ കാരണമേ ഉള്ളൂ. അതിന്റെ പേരാണ് ദൈവം എന്ന് താൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ചിന്ത കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി തന്റെ ചിന്തകളിൽ ദൈവം എന്ന ചിന്ത താൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആരോടാണ് പറയുന്നത്? അന്നത്തെ ആദിമ സഭാവിശ്വാസികളും അല്ലെങ്കിൽ സുവിശേഷം കേട്ടിട്ട് ദൈവത്തെങ്കിലേക്ക്, സഭയിലേക്ക് കൂടി വന്ന ആളുകളും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ ഒരു കൂട്ടം ആളുകൾ. അവരെല്ലാം വൈവിധ്യമാർന്ന സംസ്കാരമുള്ള, ചിന്തകളുള്ള, ആരാധന ക്രമമുള്ള ആളുകളായിരുന്നു. നിലവിൽ ഉണ്ടായിരുന്ന വിശ്വാസ സംഹിതകൾ എന്ന് പറയുന്നത്, ദൈവവിശ്വാസം എന്ന് പറയുന്നത് മോണോത്തിസം അഥവാ ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. ഇനി 2 പോളിറ്റിസം അഥവാ ബഹുദൈവ വിശ്വാസം ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ഹെനോത്തിസം അഥവാ കുലദൈവ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അബ്രഹാമൊക്കെ ദൈവത്തെ ഉണ്ടാക്കുന്ന, നമ്മളെല്ലാം അങ്ങനെയല്ലേ മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്, ഉണ്ടാക്കുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ. അപ്പം ദൈവം എന്ന് പറയുന്നത് അതിന് വൈവിധ്യമാർന്ന മുഖങ്ങളുണ്ട്, അവസ്ഥാവിശേഷങ്ങളുണ്ട്. എന്നാൽ ദൈവം ഏകനാണെന്ന് സ്ഥാപിക്കാനാണ് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന അധിക പദവും താൻ ഉപയോഗിക്കാനിടയായി തീർന്നു. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം, വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ച ഭക്ഷണപാനീയങ്ങൾ നമുക്ക് ഭക്ഷിക്കാൻ കഴിയുമോ, വിഗ്രഹാർപ്പിതം കഴിക്കുന്നത് തെറ്റാണോ അല്ലയോ എന്നുള്ള ഒരാശയം, ചിന്തയും തർക്കവും വാദമൊക്കെ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ 1 കൊരിന്ത്യർ 8:4 വായിക്കുന്നത്, ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു എന്നുള്ളതാണ്. അപ്പം മോണോത്തിസവും പോളിത്തിസവും ഹെനോത്തിസവും ഒക്കെ ശക്തി പ്രാപിച്ചിരുന്ന, അഥവാ പോളിത്തിസവും ബഹുദൈവ വിശ്വാസവും കുലദൈവ വിശ്വാസവും ഒക്കെ ഓരോ കുലങ്ങൾക്കും കുടുംബങ്ങൾക്കും ദൈവങ്ങൾ, ഓരോ ജാതിക്കും ഓരോ കുലത്തിനും ദൈവങ്ങൾ, പിന്നെ ഒന്നിലധികം ദൈവത്തെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവം. അപ്പം ആളുകൾ ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ആചരിച്ചിരുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായി, അതല്ല ശരി, വാസ്തവത്തിൽ ഇതാണ് ദൈവം ഏകനാണ് എന്ന തത്വം അവൻ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അതാണ് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് പ്രധാനപ്പെട്ടതായി കാണാൻ കഴിയുന്നത്. ഇനി റോമാലേഖനം 3:30 ഗലാത്യ ലേഖനം 3:20 അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 4:6 നാം വായിക്കുമ്പോൾ ദൈവൻ ഏകൻ 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 എന്ന് സമർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്താ ഇതിന്റെ അർത്ഥം? ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഒരു വ്യക്തിയല്ലാതെ ഒരുപാട് വ്യക്തി ഉണ്ടാകാൻ പാടില്ല എന്ന ശാഠ്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിനോ അതിനുശേഷമോ അല്ലെങ്കിൽ ആരാധനാമൂർത്തി എന്ന് ആരാധന കേന്ദ്ര ബിന്ദു എന്നോ ചിന്തിക്കേണ്ടത് ഒരുപാട് ആളുകളെയല്ല,
ഒരു വ്യക്തിയെയാണ് എന്ന് താൻ തറപ്പിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അവകാശവാദങ്ങളോ പിന്നെ അതുപോലെ തന്നെ അംഗീകാരങ്ങളോ ഒരുപാട് സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് താൻ ഈ പ്രബന്ധം അല്ലെങ്കിൽ ഈ ചിന്ത, ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം ഏകനല്ലാതെ മറ്റാരും ഇല്ല എന്ന് താൻ വളരെ കർശനമായി പഠിപ്പിക്കുന്നു. ഇനി ഞാൻ നിങ്ങളും പറയാം ലളിതമായിട്ട്. നമ്മുടെ എല്ലാം ജീവിത ശൈലി, നമ്മുടെ എല്ലാം ജീവിത രീതികൾ, നമ്മുടെ എല്ലാം ജീവിതചര്യകൾ കൃത്യമായി അളന്നു കുറിച്ച് കൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്. ഞങ്ങളുടെ പിതാവ് KSRTC ഉദ്യോഗസ്ഥനായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ശബരിമല ഡ്യൂട്ടിക്ക് പോകും. ഈ മെക്കാനിക്കായിരുന്നു KSRTC. അപ്പം ഡ്യൂട്ടിക്ക് പോകുമ്പം ആ നാട്ടിലുള്ള സകല പുള്ളികളും കാശ് കൊടുത്തു വിടും. അരവണ വാങ്ങിക്കാൻ, പായസം വാങ്ങിക്കാൻ, നേരത്തെ കാഴ്ച വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ അച്ഛൻ അവിടുന്ന് പോകുമ്പം വെറും 2-3 സഞ്ചിയായിട്ട് പോകും. തിരിച്ചു വരുമ്പം സാധാരണ ആളുകളുടെ ഇരുമുടിക്കെട്ടായിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ ചാച്ചൻ തിരിച്ചു വരുന്നത് ഇരുമുടിക്കെട്ടായിട്ട് ഇങ്ങോട്ടാണ്. എന്ന് പറഞ്ഞാൽ സകല സാരവും വാങ്ങിച്ചുകൊണ്ടെന്ന് വന്ന് നാട്ടുകാർക്കെല്ലാം എന്ത് ചെയ്യും? വിതരണം ചെയ്യും. ആ കൂടെ തന്നെ അവർക്കെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അത് ഇന്ന അവിടുത്തെ ദൈവം പറഞ്ഞത് ഇത് ഇന്ന കാര്യത്തിന് വേണ്ടി ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ഇന്ന ദേവനുള്ള ഇതാണ്, ഇത് ഇന്ന ദേവൻ അവിടെ പൂരിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ചെയ്യണമെന്നും പറഞ്ഞ് എന്ത് ചെയ്യാം? ഒരാളുടെ കാര്യമല്ല, ഒരുപാട് ആളുകളുടെ കാര്യമാണ്. അപ്പം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, ഇതിന് പ്രത്യേകം പറഞ്ഞു വിട്ടായിരുന്നു, ഇന്ന ഉപകാരം ഉണ്ടായാൽ ഇന്നയാൾക്ക് എന്ത് ചെയ്യണം? ഒരു പൂജ കഴിക്കണം, അല്ലെങ്കിൽ ഒരു ഉപകാരം, അല്ലെങ്കിൽ ഒരു നേർച്ച കാഴ്ച കൊടുത്തേക്കണം. കൂടെ തന്നെ ഇതിന്റെ മെയിൻ പ്രതിഷ്ഠയ്ക്ക് കൂടി എന്ത് ചെയ്യണം? കൊടുത്തേക്കണം എന്നാണ് അവിടുന്ന്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമുക്കൊരു നന്മയുണ്ടായാൽ ഇതിന്റെ അവകാശം പറഞ്ഞ് എത്ര പേരാ അവര്. ഇനി ആരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ആരോടാ സങ്കടം പറയേണ്ടത്? അല്ലേ? 1000 പേരിൽ 1,00,000 പേര് ഒന്നിച്ചു നിന്നാലും നമ്മളുടെ ചെവിയിലേക്ക് നമ്മുടെ മാതാക്കന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്റെ, നമ്മുടെ അപ്പന്റെ ശബ്ദം ഉറക്കെ ഒന്ന് ആ 1000 പേരുടെ മധ്യത്തിൽ മുഴങ്ങിയാലും നമുക്കല്ലാതെ മറ്റാർക്കും അത് തിരിച്ചറിയാൻ വരും ഉണ്ടോ? സംഭവിക്കുന്നു. നമ്മുടെ കൊച്ചിന്റെ ഒച്ച നാട്ടുകാർക്ക് വേണമെങ്കിൽ അറിയാതിരിക്കും. പക്ഷേ അവൻ ആ നിലവിളി, എന്തിനു വേണ്ടി അവൻ കരഞ്ഞു നിന്ന് നമുക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? എനിക്ക് 2 പെൺപിള്ളാരാ. ഇവർക്ക് 2 പേർക്കും എന്റെ ശബ്ദവും എന്റെ രൂപവും ഞാനെന്ന വ്യക്തി നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം 1000ങ്ങളുടെ മധ്യത്തിൽ മുഴങ്ങിയാലും നന്നായി തിരിച്ചറിയാൻ കഴിയുന്നത് എൻ്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ. അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി എന്നോട് മാത്രമേ കൃത്യമായി പറയുള്ളൂ. എൻ്റെ ഭാര്യയോട് മാത്രമേ പറയാറുള്ളൂ. നീ എന്നോട് പറയേണ്ടതാണെങ്കിൽ കൃത്യം എന്നോട് മാത്രമേ പറയാറുള്ളൂ. പക്ഷേ എന്നോട് സമന്മാരായിരിക്കുന്ന പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന എത്രയോ പേര് എൻ്റെ കുടുംബത്തിലുണ്ടാവാം, നാട്ടിലുണ്ടാവാം, ചർച്ചിലുണ്ടാവാം, സമൂഹത്തിലുണ്ടാവാം. പക്ഷേ ഒരു വ്യക്തിക്ക് കൃത്യമായി പുത്ര ബന്ധം എന്ന നിലയിൽ ഉണ്ടാകേണ്ടത് ഒരു വ്യക്തിയോട് മാത്രമായിരിക്കണം എന്നതിന്റെ അടിസ്ഥാന തത്വം ഇവിടെ കൃത്യമായി പൗലോസ് എന്ത് ചെയ്യുക? തന്റെ വാക്കിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് തന്റെ ചിന്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട. ദൈവം ഒരുവന്. നിങ്ങൾ ഒരുപാട് പേരെ അവിടെയല്ല, അതല്ല, ഇതല്ല, ഒരുപാട് കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് എന്ത് ചെയ്യണം? ഇനി ഈ ഭാഗങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി താൻ ഉപയോഗിക്കുന്ന 1 തീമോഥെയോസിലും 1:17 കാണുന്നത് ഏക ദൈവത്തിന് എന്ന പദം താൻ പറയുന്നു. 2:5 പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ദൈവം ഒരുവനല്ലോ. ഇനി നമ്മളെല്ലാം സ്ഥിരം നമ്മുടെ കൺവെൻഷൻ പേരുകൾ കേൾക്കുന്ന ഒരു പദമുണ്ട്, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാർത്തം എവിടെ വസിക്കുന്നവനും ഒക്കെ അല്ലേ? ഈ വിശേഷണ പദങ്ങൾ ധാരാളം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അപ്പം ശ്രദ്ധിച്ചേ, ധന്യനായ ഏകാധിപതി, അധിപനായിരിക്കുന്ന ഒരുവൻ അവൻ മാത്രമേ ഉള്ളൂ. രാജാതിരാജാവ്, ഒരു രാജ്യഭരണം നടത്താൻ ലോകത്തിന്റെ അധിപതിയായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇനി കർത്താവ്, കർത്തൃത്വം നടത്താൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം ചുരുക്കത്തിൽ
താൻ ഈ ലോകത്തിലെ മതമാകട്ടെ, തത്വമാകട്ടെ, ചിന്തയാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, വിശ്വാസമാകട്ടെ, എന്തിനോടും കണക്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലയും കണക്ട് ചെയ്യേണ്ടത് ഏകനായ ദൈവത്തോട് മാത്രമായിരിക്കണമെന്ന് കൃത്യമായി തന്റെ പഠിപ്പിക്കലിലൂടെ താൻ അടയാളപ്പെടുത്തി. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം ജീവിതം കൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ആ വാക്ക് ഉപയോഗിക്കേണ്ടത് ശരിക്കും ക്രമപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെ? നമുക്കാർക്കും കാശില്ലായിട്ടാണോ നമ്മളെല്ലാവരും നമ്മൾ പണ്ട് ഉപേക്ഷിച്ചതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് എടുക്കണം എന്ന് തോന്നാത്തത്? നമുക്ക് കാശുണ്ട്, ഇപ്പോഴും ഇപ്പം കുഴപ്പമില്ല, വെൽ സെറ്റില്ല നമ്മളെല്ലാവരും, അല്ലേ? എല്ലാ ആളുകളും. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങി പോകണമെന്ന് ആഗ്രഹമില്ലേ? നമുക്കും അവിടെ സഞ്ചരിക്കണം എന്ന് ആഗ്രഹമില്ലേ? നമുക്ക് ഇങ്ങനെ ഒന്ന് പോയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതിന് തെറ്റുണ്ടോ? നമുക്ക് ചെയ്യാൻ മേലെ, അവർ ചെയ്യുന്നില്ലേ? പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വാസ്തവത്തിൽ നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ പോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ സകല കാര്യങ്ങളും നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, അല്ലേ? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കല്യാണം ഉണ്ടായാൽ, അല്ലേ, അപ്പന്മാര് കൂടി ആലോചിച്ചില്ലായിരുന്നെങ്കിൽ നടക്കത്തില്ലായിരുന്നു. ഇന്ന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ കാശുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും, അല്ലേ? ഒരു പാസ്റ്റർ ഉണ്ടായാൽ എന്ത് ചെയ്യും? ഇപ്പൊ സത്യം പറഞ്ഞാൽ പാസ്റ്റർമാരല്ല എല്ലാ കാര്യം തീരുമാനിക്കുന്നത്. പാസ്റ്റർ സൗകര്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ പാസ്റ്റർ അന്ന് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് അന്ന് നമ്മൾ ഇത് വെക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് വരണ്ട, അതും പാസ്റ്റർ വേണം, അവര് ചെറുക്കന്റെ കൂട്ടർ വരുമ്പോഴേ. അപ്പം അത്, അല്ലേ, ശ്രദ്ധിച്ചേ. അപ്പൊ എന്താ ഇപ്പൊ നമ്മുടെ വിശ്വാസം ഞായറാഴ്ച ഒട്ടും പറ്റത്തില്ല. അന്ന് സഭായോഗം, നിങ്ങൾ സഭായോഗം കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ അന്ന് നമുക്ക് വേണമെങ്കിൽ അന്ന് മാറ്റി വേറെ ദിവസം വെക്കാം. ഇന്ന് കല്യാണം നമുക്ക് ഞായറാഴ്ച വെക്കാം, ഞായറാഴ്ച വെക്കാൻ പറ്റത്തില്ല, ഇന്ന് സഭായോഗമാണ്, ഞായറാഴ്ച ഒരു പരിപാടി നിന്ന്. ചുരുക്കം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മളുമായി ബന്ധപ്പെട്ട ഏത് പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകട്ടെ, അതെല്ലാം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടത്. ഇനി നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടത് കൃത്യമായി ഏകദൈവമായ വിശ്വാസമായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ ജീവിതം പോകേണ്ടത്, എങ്ങനെയാണ് എൻ്റെ പ്രമാണത്തെ ഞാൻ നയിക്കേണ്ടത്, എൻ്റെ പ്രമാണപ്രകാരം ജീവിക്കേണ്ടത്, ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ചുരുക്കത്തിൽ നമ്മൾക്ക് നല്ല അറിവും ബോധ്യവും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം അതുമായി കൃത്യമായി അടയാളപ്പെടുത്തുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇനി പൗലോസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏകദൈവ വിശ്വാസത്തെ താൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വിഗ്രഹാർപ്പിതവുമായി ബന്ധപ്പെട്ട്, വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. 1 തെസ്സലോനി 1:9 നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് അവർ തന്നെ പറയുന്നുവല്ലോ. ഇനി താൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ സഞ്ചരിച്ച ഇടങ്ങളിൽ കണ്ട വിഗ്രഹങ്ങളെ കണ്ട് താൻ കോപിക്കുന്നതായിട്ട് കാണാൻ കഴിയുക. അപ്പോസ്തല പ്രവൃത്തി 17:16. അതിലും വളരെ ശക്തമായ മറ്റൊരു ചിന്ത 1 റോമൻ ലേഖനം 1:23 അക്ഷരനായ ദൈവത്തിന്റെ ദേശത്തിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ശ്രദ്ധിച്ചേ, ദൈവത്തിനെ വരയ്ക്കാനോ ദൈവത്തിനെ ഉണ്ടാക്കാനോ ദൈവത്തിനെ നിർമ്മിക്കുവാനോ ഒരു മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെട്ട ആശയത്തിന്റെ ആവിർഭാവമായി ദൈവം ഉണ്ടാകാനോ പാടില്ല എന്നുള്ള ശക്തമായ താക്കീത് എന്ത് ചെയ്തു പൗലോസ് ഈ ലേഖനം കൂടി പറയുന്നു. തന്റെ കാഴ്ചപ്പാട് അതാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നശിച്ചു പോകാൻ സാധ്യതയുള്ള മനുഷ്യന്റെ ദൈവമായിട്ട് അംഗീകരിക്കുക, പക്ഷിയുടെ രൂപസാദൃശ്യം ഉണ്ടാകുക, നാൽക്കാലി, ഇഴജാതി. നമുക്കറിയാം, പെരുന്നാൾ എടുക്കുമ്പം റിപ്പന്റ് അല്ല ഉണ്ടാകുന്ന ആൾക്കാർക്ക്, റീപെയിന്റിങ്, അല്ലേ? ഉണ്ണിയേശുവിനെ മാതാവിനെ എന്ത് ചെയ്യാ, ഇവിടെ മറിയാമ്മച്ചയും കയ്യിലിരിക്കുന്ന ഉണ്ണിയേശുവിനെ എല്ലാം നല്ലപോലെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി. ഇപ്പൊ ഞങ്ങളുടെ അവിടെ വളരെ ചരിത്രപ്രസിദ്ധമായ എട്ടുനോമ്പ് തുടങ്ങിയിരിക്കുക മറുകാട് പള്ളിയിൽ. അപ്പൊ ആ പ്രദേശം മുഴുവൻ ദീപാലങ്കാരം നടത്തി വളരെ കൊടിയേറി ഭയങ്കര. ഇപ്പം അതിന് ഒരു 3 മാസം 4 മാസം മുമ്പ് തന്നെ പെയിന്റിങ് തുടങ്ങും. ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത്. പണ്ട് ഞങ്ങളെ കൊണ്ടായിരുന്നു അവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, പിള്ളേരല്ലേ, അപ്പൊ ഞങ്ങളായിരുന്നു അവിടുത്തെ ഈ നേർച്ചപ്പണം എണ്ണുക.
പാച്ചോറ് വിതരണത്തിന് പോയി നിൽക്കുക. ഇതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ അവിടെ പഠിക്കുന്ന കാലത്ത് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് അപ്പം ഞങ്ങൾ കണ്ടുകൊണ്ട് ഒരു 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 3 മാസം മുമ്പ് മുതലേ സെപ്റ്റംബർ 1-ാം തീയതി തുടങ്ങുമ്പം അതിന് 3 മാസം മുമ്പ് പുറകോട്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെ അവര് പെയിന്റിങ് തുടങ്ങും. ആ കൂടെ തന്നെ എന്ത് ചെയ്യും, ഉണ്ണിയേശൻ നല്ല പെയിന്റ് അടിക്കും, സ്വർണ്ണ കളർ അടിക്കും, നല്ല വൃത്തിയായിട്ട് അടിക്കും. വരുന്ന ആളുകൾക്ക് ഉണ്ണിയേശനെ കണ്ട് സംതൃപ്തി അടഞ്ഞ് മഹിമ തുറന്ന് തൃശ്ശൂര് തുറന്ന് ഉണ്ണിയേശനെ കണ്ട് സംതൃപ്തി അടഞ്ഞു പോകാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കി കൊടുക്കും. അത് ശരിക്കും റിപ്പൻഡന്റ് ആണോ? അല്ല, ഞാൻ പറയുന്നത് റീപെയിന്റിങ് ആണ് വാസ്തവത്തിൽ, അല്ലെ? റീപെയിന്റിങ് ആണ്. അഴുക്കൊക്കെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ. എന്ന് വെച്ച് ലോകത്തില് നമുക്ക് ആർക്കും ദൈവത്തെ വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ എല്ലാ ഉള്ളിൽ നമുക്ക് ലഭിച്ച ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, നമുക്ക് ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ, നമുക്ക് ലഭിച്ച ജ്ഞാനത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ, ആ അറിവ് തിരിച്ചറിവായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം ദൈവത്തെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ച ഒരു രൂപമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണീര് ഒപ്പാൻ വേണ്ടി എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഒരു പിതാവ് പറയുന്നതിനപ്പുറമായി എനിക്ക് പറയാൻ പറ്റുക, എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം. ഞാൻ സങ്കടപ്പെടുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു ദൈവം. എൻ്റെ മുൻകാലങ്ങളിലെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞപ്പോൾ, അതൊക്കെ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായപ്പോൾ, അതെല്ലാം ക്ഷമിച്ചിട്ട് എന്നെ കോടതിയുടെ വരാന്തയിൽ നിന്നും ഞാൻ തൂക്കുകയറിലേക്ക് പോകേണ്ട അവസ്ഥയിൽ നിന്നും എന്നെ കൈക്ക് പിടിച്ച് ആ പ്രതിക്കൂട്ടിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്ന് സ്വാതന്ത്ര്യമായി വിട്ടയച്ച ഒരു ദൈവം, അല്ലേ? എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, എന്നോട് സഹകരിക്കുന്ന ഒരു ദൈവം. ചുരുക്കത്തിൽ നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ച ഇമേജറി, നമ്മുടെയൊക്കെ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, നമ്മുടെ അറിവിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഇമേജറി. വാസ്തവത്തിൽ പ്രിയമുള്ളവർ, അതൊരു അനുഭവമായി എന്ന് മാറുമ്പോഴാണ് ദൈവത്തോടുള്ള പ്രതിബദ്ധത കൂടുതൽ ഉണ്ടാകുന്നത്. അല്ല എങ്കിൽ നമ്മളൊക്കെ കേവലം നടത്താൻ കഴിയുന്ന അധരചർവണമായിട്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് മാറ്റാൻ കഴിയും. ആർക്കും വിളിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ നാമം പോലെ നമുക്കും പറയാൻ പറ്റുന്ന, അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റുന്ന ഒരു നാമമായി, ഒരു പേരായി മാത്രം ദൈവം എന്ത് ചെയ്യും, നമ്മളിൽ അധിവസിക്കും. പക്ഷെ എന്നത് എന്റേതെന്ന് മാത്രം അവകാശപ്പെടാൻ ആർക്കും കൊടുക്കയില്ല. എനിക്ക് മാത്രമെന്നും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു അനുഭവം ദൈവമായി ഉണ്ടാകുമോ, അവിടെയാണ് നമുക്ക് ദൈവത്തിനെ കുറിച്ച് കൃത്യമായ ഒരു ഇമേജറി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാൻ കഴിയുക. ഒരു ബിംബമായി. ബിംബം എന്ന് ഞാൻ എൻ്റെ ഭാഷ, ബിംബം എന്ന് ഉദ്ദേശിച്ച വിഗ്രഹമല്ല കേട്ടോ. ഒരു ചിന്ത, ഒരു സത്യം, ഒരു അറിവ്, ഒരു ജ്ഞാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. ഈ ക്ലാസ്സിൽ തന്നെ എത്രയോ പ്രായമുള്ള പിതാക്കന്മാരും മാതാക്കളും ഉണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ആകെ തുക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ, ഇതുവരെയും ദൈവത്തിന് നേരെ അവർക്കുണ്ടായ ജീവിതത്തിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടായപ്പം ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ അവർക്ക് തോന്നാത്തതിന്റെ കാരണം നിങ്ങൾ അവരോടൊന്ന് ചോദിക്കണം. വേണ്ട, നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കി. നമ്മളൊക്കെ എത്രയോ 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 നാളായി, എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലക അല്ലെങ്കിൽ പരാജയത്തിന്റെ നെല്ലിപ്പലക എല്ലാം നഷ്ടപ്പെട്ടും നഷ്ടങ്ങളുടെ കൂമ്പാരമായി ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ച അവസരങ്ങൾ, ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, എല്ലാം പരാജയം പരാജയം പരാജയം, എല്ലാം പരാജയം, അങ്ങനെയൊക്കെ ചിന്തിച്ച അവസരങ്ങളിൽ നമ്മളെ തേടി വന്ന ദൈവത്തിന്റെ നമ്മൾ ശരിക്കും നന്നായി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് എന്ത് വരുന്നാലും ഒരു വാക്കുകൊണ്ട് പോലും, ഒരു ചിന്ത കൊണ്ട് പോലും വൈ ഷുഡ് ഡൈ എന്ന്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് പോലും തിരിച്ച് ചോദിച്ച് ഒരു ചോദ്യം കൊണ്ട് പോലും ഒന്ന് വേദനിപ്പിക്കാൻ നമ്മളൊന്നും തയ്യാറാകത്തതിന്റെ കാരണമെന്ന അത്രത്തോളം ദൈവം നമുക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട്, അല്ലേ? ഒരു സ്തോത്രം പറയാമോ? ഞാൻ ഈ ക്ലാസ്സായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതല്ലെങ്കിൽ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കി നിങ്ങളൊരു വൈകാരികമായ ഉണർത്താറുണ്ടാകും ഇങ്ങനെ ഞാനങ്ങ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ, എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം ഏകനാണ്. നമ്മളെല്ലാം അറിയേണ്ട കാര്യം ദൈവം ഏകനാണ്. ഓരോരുത്തർ പറഞ്ഞ കാര്യം ദൈവത്തിന്റെ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി വിശാലപ്പെടും. ദൈവത്തോടുള്ള ദൈവത്തെ നമുക്കുണ്ടാകും. നമ്മൾ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? തിയോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ചിന്ത കുറച്ചും കൂടി വ്യത്യസ്തമാണ്. എന്നാൽ ഓരോ ലേഖനങ്ങളിലൂടെ താനി പഠിപ്പിക്കുന്ന ഈ ചിന്തകൾ നിശ്ചയമായിട്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അല്പം കൂടി ഒരു ഇഷ്ടം, അല്പം കൂടി ഒരു പ്രേമം, അല്പം കൂടി ഒരു സ്നേഹം, അല്പം കൂടി ഒരു വാത്സല്യം, ഒരു ബഹുമാനം, ഒരു ആദരവ്, ഇനി ഒരിക്കൽ പോലും ദൈവത്തെ
ഉൾക്കൊള്ളാൻ ദൈവത്തെ നമ്മൾ തള്ളിക്കളയില്ല എന്നൊരു തീരുമാനമെടുക്കാനുള്ള മുഖാന്തരമായി നമ്മുടെ ക്ലാസ്സുകൾ മാറണം. ഇവിടെ പഠിപ്പിക്കുന്ന, ഈ ക്ലാസ് പഠിപ്പിക്കുന്ന എല്ലാ ക്ലാസ്സിലെയും ചിന്ത അത് തന്നെയാണ്. നമുക്ക് മറ്റുള്ളവരുടെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ നമ്മളെ ഒരുക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്ന് എല്ലാ ദിവസവും ചിന്തിക്കാനുള്ള ഒരു ചിന്തയ്ക്ക് ഒരു തിരികൊളുത്തുക തന്നെയാണ് ഈ ചിന്തകൾ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നല്ലൊരു സംസ്കാരം നമുക്കുണ്ടാകട്ടെ, ദൈവത്തോടുള്ള അത്തരം ഒരു പ്രതിബദ്ധത ഉണ്ടാകട്ടെ, പ്രതിപത്തി ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ ഇതിന്റെ രണ്ടിന്റെയും നോട്ട് തരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ വളരെ മനോഹരമായി അനുഗ്രഹമായ രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് വൈകിട്ടും ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയ സിസ്റ്റർ അഞ്ജു സാറയുണ്ടോ? കുഞ്ഞിന് എങ്ങനെയുണ്ട്? ഇന്നലെ പ്രാർത്ഥിച്ചിരുന്നു 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ ചിക്കൻ ബോക്സിന്റെ എന്ന് പറഞ്ഞാൽ. അഞ്ജു സാറയുണ്ടോ ഇതിന്റെ കൂടെ? ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. വീണ്ടും ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സൗഖ്യമാക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് നമ്മളെ കേൾപ്പിച്ച നല്ല വചനങ്ങളൊക്കെ കർത്താവിൻ ദാസനെ ഇന്ന് വൈകിട്ടും ദൈവം സഹായിച്ചുവല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. നാം എല്ലാവരും ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സ്തോത്രം സണ്ണി തോമസ് പ്രാർത്ഥിച്ചാട്ട്. പ്രിയ ബ്രദർ പ്രാർത്ഥിക്കുമോ? പ്രിയ സണ്ണി തോമസ് ബ്രദർ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മനോഹരമായ സഹായം നൽകി അനുഗ്രഹീതമായ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചു വരുത്തിയ ശ്രേഷ്ഠമായ ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സാറിനായി പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന, പരിപൂർണമായും ദൈവാത്മകമായ രീതിയിൽ ഞങ്ങളെ പാഠങ്ങൾ മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രാജസ്ഥാനായി പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അസുഖമായി കിടക്കുന്ന കുഞ്ഞിനോർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യം നാളെ കേൾക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലനർത്ഥങ്ങളിൽ നിന്നും ഈ ജീവിതയാത്രയിൽ ദിനംതോറും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ശ്രേഷ്ഠമായ ദൈവകൃപയ്ക്കായി സ്തോത്രം. തിരുനാമമഹത്വത്തിനായി ഞങ്ങൾ പ്രയോജനപ്പെടുവാനും അങ്ങനെയൊക്കെയായി ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. സകലമാനവും മഹത്വം അങ്ങയുടെ ഏകജാതനെ ഞങ്ങളുടെ പ്രിയനുമായ ക്രിസ്തയേശു പിതാവെ കേൾക്കണമേ. ആമേൻ ആമേൻ ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ക്ലാസ് കണ്ടക്ട് ചെയ്ത കർത്താവിന്റെ ദാസനോടും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇതിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരോടൊപ്പം ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും അത്ഭുതകരമായി സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ CV ആൻഡ്രൂസ് വെളിപ്പാട് പുസ്തകം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലായിരിക്കുമല്ലോ. ദൈവം സഹായിക്കട്ടെ. നാളെ നോട്ടുകൾ ഇടുന്നതാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. സംശയം പ്രൈസിലോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ദൈവത്തെ നീ എന്ന് നമ്മൾ സംബോധന ചെയ്യാറുണ്ട്. അത് പണ്ട് ഒരു ചോദ്യം വന്നതാ. നീ നമ്മൾ വിളിക്കുന്നത്, പക്ഷെ ഇംഗ്ലീഷിൽ അതിന് യു എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ ശരിയാണോ? നേരത്തെ ഇങ്ങനെ നമ്മുടെ സംസ്കാരം അനുസരിച്ച്, നമ്മുടെ രീതി അനുസരിച്ച് മലയാളം, കൃത്യമായ മലയാള പദം നമ്മൾ ഉപയോഗിക്കുന്ന നീ എന്നാണ് തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. തെറ്റൊന്നുമില്ല അതിനകത്ത്. ഇംഗ്ലീഷിൽ യു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നീ എന്നാണ്. ശരിയാണ്, അത് തെറ്റില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് കുറച്ചും കൂടി ഒരു ബഹുമാനം നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. നമുക്ക് ദൈവത്തെ നമ്മൾ ആരെ വിശ്വസിക്കുന്നത്, ആരെയാണ് ദൈവം എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിൽ എന്താ ദൈവത്തിന്റെ സ്ഥാനം? എന്താ? അവിടുന്ന് ഉടയവനാണ്, സർവവും ദൈവത്തിന്റെ ആണ്. പക്ഷെ നമ്മൾ അങ്ങനെയാണ് വിളിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ നാമത്തിനായി സ്തോത്രം, അങ്ങ് എന്നോട് ഉള്ളതിനായി സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം എന്ന് പറയുന്നതാണോ കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടം? എനിക്കിഷ്ടം ഇതാണ്. ഇപ്പം ഞാൻ പറയാം, നീ എന്നോട് ഉള്ളതിനായി സ്തോത്രം. അത് കുറച്ചും കൂടെ എൻ്റെ ഒരു ആധികാരികതയാണ്. നമ്മൾ പറയുന്നത് നീ എന്നോട് ഉണ്ട് കേട്ടോ എന്ന് പറയാൻ ഞാനാണ് സുപ്രീം എന്ന് സ്ഥാപിക്കാനുള്ള ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്റെ ഒരു നിങ്ങളെ ഇത് നേരത്തെയും ഒരു ചർച്ചാ വിഷയമായ ഒരാൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടമല്ല ദൈവത്തെ നീ വിളിക്കുവാൻ, നമുക്ക് വിളിച്ചുകൂടല്ലോ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. അല്ല, ഇത്ര കാര്യമുള്ളൂ. നമ്മൾ എന്നെ വിളിച്ചിരുന്നാലും കുഴപ്പമില്ല, തള്ളി പറയാതിരുന്നാൽ മാത്രം മതി. അത്രേ ഉള്ളൂ കേട്ടോ.
പിന്നെ അത്രേ ഉള്ളൂ. നമ്മള് ഈ ക്ലാസ് Yeah. കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഭാഷ മാറണം, നിങ്ങളുടെ ആ രീതിയൊക്കെ ഒന്ന് മാറണം. കാരണം ഇന്ത്യൻ ആളുകളുള്ള പല ആളുകളും ആദ്യം വന്നിവിടെ സാക്ഷി പറയുകയും പ്രസംഗിക്കുകയും ചെയ്ത അതുപോലെ അല്ല. അവരൊക്കെ ചർച്ചുകളിൽ പിന്നീട് ഞങ്ങൾ കണ്ടപ്പോൾ അവരുടെ ആ രീതികൾ, അപ്പൊ നമ്മൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണ്. അപ്പം ആ രീതിയിൽ ഉണ്ടായാൽ നന്ന്, അത്രേ ഉള്ളൂ. ഒട്ടും തെറ്റൊന്നുമില്ല. Okay, thank you, sir. Thank you so much. Thank you so much. ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. പ്രത്യേകാൽ വളരെ ആത്മാർത്ഥതയോടെ ക്ലാസ് കണ്ടക്ട് ചെയ്ത കർത്താവിന്റെ ദാസനും നന്ദി. താനത് ഭാഷാശുദ്ധി ഉണ്ടാകണമെന്നാണ്. താൻ വളരെ പാസ്റ്റർ ഞാനൊരു ഗ്രൂപ്പില് പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചു. അപ്പൊ ഒരു